ക്യാഷെ മെമ്മറി ഇന്നത്തെ ടോപ്പിക്ക് ക്യാഷെ മെമ്മറിയാണ്. ഡിഫറെൻറ്റ് മെമ്മറീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അതിൽ കമ്പ്യൂട്ടറിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടേമാണ്, നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടേമാണ് ക്യാഷെ മെമ്മറി എന്ന് പറയുന്നത്. എന്താണ് ക്യാഷെ മെമ്മറി എന്ന് നമുക്ക് നോക്കാം. Okay, so cache related to a phenomenon known as the property of locality of reference. Locality of reference നമ്മൾ കമ്പ്യൂട്ടർ പ്രോഗ്രാം ഓപ്പറേഷൻ എന്ന് പറയുന്നത് സം ഇൻസ്ട്രക്ഷൻസ് ആർ ഓപ്പറേറ്റിംഗ് ഓൺ സം ഡാറ്റ. ഓക്കെ, സോ അതാണ് നമ്മളുടെ ബേസിക്കായിട്ട് കമ്പ്യൂട്ടർ പ്രോഗ്രാം എന്ന് പറയുന്നത്. സോ ഈ ഡാറ്റ എവിടെ ഇരിക്കുന്നു, എവിടെയാണ് ഡാറ്റ ഫ്രീക്വൻ്റ്ലി യൂസ് ചെയ്യുന്ന ഡാറ്റ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നായിട്ട് ബന്ധപ്പെട്ട ഒരു ടേമാണ് നമ്മളുടെ ക്യാഷെ മെമ്മറി എന്ന് പറയുന്നത്. അതിന് ലൊക്കാലിറ്റി ഓഫ് റെഫറൻസ് എന്നാണ് പറയാം. സോ എന്താണ് ഈ ലൊക്കാലിറ്റി ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്? ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ഓവർ എ ഷോർട്ട് ഇൻ്റർവൽ ഓഫ് ടൈം ദ അഡ്രസ് ജനറേറ്റഡ് ബൈ എ ടിപ്പിക്കൽ പ്രോഗ്രാം റെഫർ ടു എ ഫ്യൂ ലോക്കലൈസ്ഡ് ഏരിയാസ് ഓഫ് മെമ്മറി റിപ്പീറ്റഡ്ലി വൈൽ ദ റിമൈൻഡർ ഓഫ് മെമ്മറി സക്സസ് റിലേറ്റീവ്ലി ഇൻഫ്രീക്വൻ്റ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മളുടെ പ്രോഗ്രാം കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഡാറ്റ ഒരു ചെറിയ ഷോർട്ട് ഇൻ്റർവൽ ഓഫ് ടൈമിൽ ഒരു പർട്ടിക്കുലർ ഡാറ്റ നമ്മൾ ലുക്ക് ചെയ്യുന്ന ഡാറ്റ എപ്പോഴും ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തെടുക്കും. ഒരു പർട്ടിക്കുലർ റീജിയനിൽ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തെടുക്കുന്ന ഡാറ്റ ആയിരിക്കും പ്രോഗ്രാം ഫ്രീക്വൻ്റ്ലി ആക്സസ് ചെയ്യുന്നത്. ഓക്കെ, അതല്ലാത്ത ഡാറ്റകളെല്ലാം വളരെ കുറഞ്ഞ സമയത്തേക്ക് മാത്രമായിരിക്കും പ്രോഗ്രാംസ് വെച്ച് ആക്സസ് ചെയ്യുന്നത്. സോ നമ്മളുടെ ഇൻസ്ട്രക്ഷൻ കോഡ് പ്ലസ് ഡാറ്റ എന്ന് പറയുന്ന പ്രോഗ്രാം റിപ്പീറ്റഡ്ലി ആക്സസ് ചെയ്യുന്ന പോർഷൻസ് എപ്പോഴും നമ്മളുടെ മൈക്രോ പ്രോസസ്സർ അല്ലെങ്കിൽ പ്രോസസ്സർ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ടേമാണ് ലൊക്കാലിറ്റി ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്. സോ എന്തൊക്കെയാണ് ഈ ലൊക്കാലിറ്റി ഓഫ് റെഫറൻസിൽ നിന്ന് വരുന്നത് നമുക്ക് നോക്കാം. ഇറ്റ്സ് എ ഫിനോമിനൻ ബൈ വിച്ച് ദ റെഫറൻസസ് ടു മെമ്മറി അറ്റ് എനി ഗിവൺ ഇൻ്റർവൽ ഓഫ് ടൈം ടെൻഡ് ടു ബി കൺഫൈൻഡ് വിത്തിൻ എ ഫ്യൂ ലോക്കലൈസ്ഡ് ഏരിയാസ് ഇൻ മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ്സർ ആക്സസ് ചെയ്യുന്ന ഡാറ്റയിൽ മെജോറിറ്റി ഓഫ് ഡാറ്റ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് കിടക്കുന്ന കേസസ് ആയിരിക്കും പ്രോഗ്രാം എക്സിക്യൂഷനിൽ വരുന്നത്. ഇതെങ്ങനെയാണെന്ന് നോക്കിയാൽ, സോ നമ്മളുടെ പ്രോഗ്രാം എക്സിക്യൂഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലൈൻ സീക്വൻസിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ പ്രോഗ്രാം എക്സിക്യൂഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ലൈൻ സീക്വൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആദ്യം ഇൻസ്ട്രക്ഷൻ്റെ കോഡ് വയ്ക്കും, ദെൻ ഡാറ്റ വയ്ക്കും, ദെൻ സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ കോഡ്, ദെൻ ഡാറ്റാസ്. ഓക്കെ, സോ ഇങ്ങനെ പോകുന്ന കേസിൽ നമ്മൾക്ക് കോൾ ടു എ സബ് റൂട്ടീൻ ഉണ്ടാകും. ഓക്കെ, ജമ്പ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാകും, ലുക്കപ്പ് ടേബിൾസ് ഉണ്ടാകും, ലൂപ്പ് ഉണ്ടാകും. ഇങ്ങനെയുള്ള കേസുകളൊക്കെ നമ്മൾ പ്രോഗ്രാമിൽ വരാം. സോ കോൾ ടു എ സബ് റൂട്ടീൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, ഫ്രീക്വൻ്റ് ആയിട്ട് ഒരു പെർട്ടിക്കുലർ പോർഷൻസ് നമ്മൾ പ്രോസസ്സർ ഇങ്ങനെ ഈ സബ് റൂട്ടീൻ എന്ന് പറയുന്ന ലേബലിലുള്ള പ്രോഗ്രാംസ് ഫ്രീക്വൻ്റ് ആയിട്ട് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നു. ജമ്പ് ടു എ സബ് റൂട്ടീൻ, ജമ്പ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ പോർഷൻസ് ഓഫ് ദ പ്രോഗ്രാം വിൽ ബി എക്സിക്യൂട്ടഡ് ഫ്രീക്വൻ്റ്ലി. ദെൻ ലുക്കപ്പ് ടേബിൾ, ഒരു പെർട്ടിക്കുലർ ഡാറ്റാസ്, ഒരു നമ്പർ ഓഫ് ഡാറ്റാസ് നമ്മൾ ഒരു പ്രോഗ്രാം മെമ്മറിയിൽ ഏതെങ്കിലും സെക്ഷനിൽ ലോഡ് ചെയ്തിട്ടുണ്ടാകും, അതിനെ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ദെൻ ലൂപ്പ് ഉണ്ടായിരിക്കും. ലൂപ്പ് എന്ന് പറയുന്നത് ആഡ് എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരിക്കും. ദെൻ ഡിക്രിമെൻറ്റ് രജിസ്റ്റർ, ദെൻ ജമ്പ് ഓൺ നോൺ സീറോ ടു സേ എഗെയിൻ. ഓക്കെ, സോ എഗെയിൻ. സോ ഇങ്ങനെ കേസിൽ ഈ പോർഷൻസ് ഇങ്ങനെ റിപ്പീറ്റായിട്ട് ലൂപ്പ് ഓപ്പറേഷൻസിൽ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇവിടെ പ്രോസസ്സർ നോക്കിക്കൊണ്ടിരിക്കുന്ന മെമ്മറി ഓപ്പറേഷൻസ്, മെമ്മറി അല്ലെങ്കിൽ പ്രോഗ്രാം ഡാറ്റ എന്ന് പറയുന്നത് ഈ ലൂപ്പിലുള്ള ഡാറ്റ മാത്രമാണ്. സോ പ്രോസസ്സർ ഈസ് ഓൾവേസ് ഗെറ്റിംഗ് ദ ഇൻസ്ട്രക്ഷൻ കോഡ് ആൻഡ് ഡാറ്റ ഫ്രം ദിസ് പോർഷൻ. ദെൻ സബ് റൂട്ടീൻ കോൾ ചെയ്യാന്ന് പറഞ്ഞ പ്രോഗ്രാം പ്രോസസ്സർ ഈസ് ഓൾവേസ് ഗെറ്റിംഗ് ദ ഡാറ്റ ഫ്രം ദ സബ് റൂട്ടീൻ. ഈ ലേബലോ ഡാറ്റ മാത്രം എടുത്തുകൊണ്ടിരിക്കുന്നു. സോ ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ ഓരോ പ്രാവശ്യവും മെയിൻ മെമ്മറിയിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്യുക എന്ന് പറയുന്നത് ടൈം കൺസ്യൂമിംഗ് ആണ്. സോ അവിടെയാണ് നമ്മളുടെ ലൊക്കാലിറ്റി ഓഫ് റെഫറൻസ് ആൻഡ് ക്യാഷെ എന്ന് പറയുന്ന കോൺസെപ്റ്റ് വരുന്നത്. സോ ലെറ്റ് us ചെക്ക്. എവറി ടൈം എ ഗിവൻ സബ് റൂട്ടീൻ ഈസ് കോൾഡ്, ഓരോ പ്രാവശ്യവും ഓരോ സബ് റൂട്ടീൻ നമ്മൾ പ്രോസസ്സർ വിളിക്കുമ്പോൾ ഇറ്റ്സ് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആർ ഫെച്ച് ഫ്രം ദ മെമ്മറി. സബ് റൂട്ടീൻ ലേബലിലുള്ള ഇൻസ്ട്രക്ഷൻസ് ഇങ്ങനെ മൈക്രോ പ്രോസസ്സറിന് ഫെച്ച് ചെയ്യണം. ഓക്കെ, ദസ് ലൂപ്സ് ആൻഡ് സബ് റൂട്ടീൻസ്, അതുപോലെ തന്നെ ലൂപ്പും ടെൻഡ് ടു ലോക്കലൈസ് ദ റെഫറൻസ് ടു മെമ്മറി ഫോർ ഫെച്ചിങ് ഇൻസ്ട്രക്ഷൻസ്. സോ ഒരു പർട്ടിക്കുലർ ഏരിയയിലേക്ക് മാത്രമായിരിക്കും നമ്മളുടെ ലൂപ്പ് ആൻഡ് സബ് റൂട്ടീൻസ് പോർഷനിൽ നമ്മുടെ പ്രോഗ്രാം എക്സിക്യൂഷൻസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ലുക്കപ്പ് ടേബിൾ പ്രൊസീജിയർ, ലുക്കപ്പ് ടേബിൾ എന്ന് പറയുന്ന കോൺസെപ്റ്റും റിപ്പീറ്റഡ്ലി റെഫേഴ്സ് ടു ദാറ്റ് പോർഷൻ ഇൻ മെമ്മറി വേർ ദ ടേബിൾസ് ഒരു ടേബിൾ ഈസ് സ്റ്റോർഡ്. സോ ലുക്കപ്പ് ടേബിൾ എന്ന് പറയുന്ന കോൺസെപ്റ്റും നമ്മൾക്കൊരു പർട്ടിക്കുലർ ഏരിയ, പർട്ടിക്കുലർ ഡാറ്റ ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ പ്രോസസ്സറിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ 0 to 9 ഡിസ്പ്ലേ ചെയ്യുന്ന കേസിൽ 0യുടെ കോഡ്, 1ൻ്റെ കോഡ്, 2ൻ്റെ കോഡ്, 9ൻ്റെ കോഡ്, ഇങ്ങനെ ഒരു ലുക്കപ്പ് ടേബിൾ വെച്ചിട്ടായിരുന്നു നമ്മൾ ആ പ്രോഗ്രാം കോൾ ചെയ്തിരുന്നത്. സോ ആ കേസിലൊക്കെ ഇതിൻ്റെ ഡാറ്റ ഫോർ ഡിസ്പ്ലേയിങ് 0 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 7 സെഗ്മെൻറ്റ് ഡിസ്പ്ലേ ചെയ്യാനുള്ള കോഡ് എന്ന് പറയുന്നത് ലുക്കപ്പ് ടേബിൾ എൻട്രിയാണ്. സോ ലുക്കപ്പ്
ടേബിളിൽ നിന്ന് ഡാറ്റ ആക്സസ് ചെയ്യുമ്പോഴും അതൊരു പർട്ടിക്കുലർ ഏരിയയിലേക്കാണ് അതിൻ്റെ പ്രോസസ്സറിൻ്റെ ഡാറ്റ കോൺസെൻട്രേഷൻ വരുന്നത്. Okay, so iterative procedure, looping procedure refers to common memory locations and an array of numbers are confined within a local portion of the memory. So ഈ മൂന്ന് കേസിലാണ് നമ്മളുടെ പ്രോപ്പർട്ടി ലൊക്കാലിറ്റി ഓഫ് റെഫറൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് വരുന്നത്. ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് ഫ്രീക്വൻ്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പ്രോസസ്സർ ഡാറ്റ റീഡ് ചെയ്യുന്നു. Okay, so if the active portions of the program and data are placed in a fast small memory, the average memory access time can be reduced, thus reducing the total execution time of the program. ഇതാണ് അതിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. We have our processor and we have our main memory. ഇതാണ് നമ്മളെ മെയിൻ മെമ്മറി where our program data or software is റിസൈഡിങ്. ഇവിടെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ ഇരിക്കുന്നത്. സോഫ്റ്റ്വെയറിൽ ആദ്യത്തെ ഇൻസ്ട്രക്ഷൻസ് ആദ്യം എക്സിക്യൂട്ട് ചെയ്യുന്നു, ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നു. സോ ആദ്യം പറഞ്ഞതുപോലെ ലൂപ്പ് എന്ന് വരുന്നത്. സോ ഇവിടെ ഈ നമ്മളുടെ പ്രോസസ്സർ എക്സിക്യൂഷൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് അപ്പോൺ ഹൗ ഫാസ്റ്റ് ഡാറ്റ ഫ്രം ദ മെയിൻ മെമ്മറി ഈസ് ഗെറ്റിംഗ് ഇൻ ടു ദ പ്രോസസ്സർ. നമ്മൾ എത്ര പെട്ടെന്ന് പ്രോസസ്സർ ഈ മെയിൻ മെമ്മറിയിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്തിട്ട് ഇൻസ്ട്രക്ഷൻ കോഡ് ഫെച്ച് ചെയ്ത് അതിൻ്റെ കറസ്പോണ്ടിങ് ഡാറ്റയും റീഡ് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഈ പ്രോസസ്സറിൻ്റെ സ്പീഡ് ഇരിക്കുന്നത്. ഓക്കെ, സോ ഈ ലൂപ്പ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വളരെയധികം ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മളെ പ്രോസസ്സറിന് വേണ്ട ഡേറ്റയാണ് ഈ ലൂപ്പിംഗ് സെക്ഷനിലുള്ളത്. സോ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, കാഷെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, വി വിൽ ഇൻട്രൊഡ്യൂസ് എ ഫാസ്റ്റ് മെമ്മറി. അത് പ്രൈമറി മെമ്മറിയേക്കാളും വളരെ ഫാസ്റ്റായിട്ട് ഡാറ്റ റീഡ് ചെയ്യാൻ റൈറ്റ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു മെമ്മറി നമ്മൾ ഡിസൈൻ ചെയ്യും. ആ മെമ്മറിക്ക് ടൈമിംഗ് നമ്മൾ കാഷെ മെമ്മറി എന്ന് പേരിട്ട് വിളിക്കും. ഓക്കെ, സോ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഡാറ്റ എന്ത് ചെയ്യും? ഈ കാഷെ മെമ്മറിയിലേക്ക് നമ്മളുടെ സിസ്റ്റം റൈറ്റ് ചെയ്യും. ഓക്കെ, സോ കമ്പ്യൂട്ടർ ഓർഗനൈസേഷനിൽ വരുന്നതാണ്. ഈ സിസ്റ്റത്തിലേക്ക്, ഈ കാഷെ മെമ്മറിയിലേക്ക് നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഡാറ്റ ഇവിടെ റൈറ്റ് ചെയ്യും. സോ വെനെവർ പ്രോസസ്സർ നീഡ് സം ഡാറ്റ, ആദ്യം അത് കാഷെ ഈ റീജിയനിലുണ്ടോ എന്ന് നോക്കും. സോ ഈ റീജിയനിലേക്ക് ലോഡ് ചെയ്യുന്ന ഡാറ്റ പ്രോസസ്സർ എപ്പോഴൊക്കെ ഫ്രീക്വൻ്റ് ആയിട്ട് ഡാറ്റ കോൾ ചെയ്യുന്നു, അങ്ങനെയുള്ള ഡാറ്റ, ഇമ്പോർട്ടൻസ് ഡാറ്റാസ് എല്ലാം ഈ റീജിയനിൽ നമ്മൾ കീപ്പ് ചെയ്ത് വെക്കും. സോ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഗെറ്റിംഗ് ഡാറ്റ ഫ്രം ദിസ് പോർഷൻ ഈസ് 5 to 10 times faster than getting data from the primary memory. സോ പ്രൈമറിയിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്യാനായിട്ട് നമുക്ക് 10 നാനോ സെക്കൻഡ്സ് വേണമെങ്കിൽ കാഷെ മെമ്മറിയിൽ നിന്ന് നമുക്ക് അറ്റ്ലീസ്റ്റ് 1 നാനോ സെക്കൻഡ്സ് ഡാറ്റ റീഡ് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഡാറ്റാസ് എല്ലാം കാഷെ മെമ്മറിയിൽ കീപ്പ് ചെയ്യുന്നത് വഴി പ്രോസസ്സറിന് അതിൻ്റെ ഡാറ്റ എടുക്കാനും അതിലേക്ക് ഡാറ്റ റൈറ്റ് ചെയ്യാനും വളരെ ഫാസ്റ്റായിട്ട് പറ്റും. അതുകൊണ്ട് നമുക്ക് പ്രോസസ്സറിൻ്റെ എക്സിക്യൂഷൻ ടൈമും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ പ്രോസസ്സറിൻ്റെ എഫിഷ്യൻസിയും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് ബെറ്റർ സ്പീഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും കാഷെ മെമ്മറി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട്. ഓക്കെ, സോ സച്ച് എ ഫാസ്റ്റ് സ്മോൾ മെമ്മറി ഈസ് റെഫർ ടു ആസ് എ കാഷെ മെമ്മറി. സോ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഡാറ്റാസ് പ്രോസസ്സർ ആർക്കിടെക്ചറിൽ ഏത് മെമ്മറിയിലാണോ കീപ്പ് ചെയ്യുന്നത്, ആ മെമ്മറി വളരെ ഫാസ്റ്റായിട്ട് ഡാറ്റ റീഡ് ചെയ്യാനും ഡാറ്റ റൈറ്റ് ചെയ്യാനും കേപ്പബിൾ ആയിട്ടുള്ളതായിരിക്കണം. അങ്ങനെയുള്ള മെമ്മറിയെ വിളിക്കുന്ന പേരാണ് കാഷെ മെമ്മറി എന്ന് പറയുന്നത്. It is placed between the CPU and the main memory. So ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ പ്രോസസ്സറിനും മെയിൻ മെമ്മറിക്കും ഇടയ്ക്കായിരിക്കണം നമ്മളുടെ കാഷെ മെമ്മറി വെക്കേണ്ടത്. Cache memory access time is less than the access time of main memory by a factor of 5 to 10. ഞാൻ പറഞ്ഞതുപോലെ പ്രൈമറി മെമ്മറിയിൽ നിന്ന് ഒരു ഡാറ്റ റീഡ് ചെയ്യാൻ 10 നാനോ സെക്കൻഡ്സ് വേണമെങ്കിൽ, 5 to 10 നാനോ സെക്കൻഡ്സ് വേണമെങ്കിൽ കാഷെ മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്യാൻ 1 to 2 നാനോ സെക്കൻഡ്സ് മതിയാകും. സോ ദാറ്റ് മച്ച് ബെറ്റർ പെർഫോമൻസ് ആയിരിക്കും നമ്മളുടെ കാഷെ മെമ്മറി കൊണ്ട് സിസ്റ്റത്തിന് ഉണ്ടാകുക. Cache is the fastest component in the memory hierarchy and approaches the speed of the CPU component. So cache എത്രമാത്രം ഇംപ്രൂവ്ഡ് കാഷെ കൊടുക്കുന്നു അത്രയും ബെറ്റർ പെർഫോമൻസ് ആയിരിക്കും നമ്മളുടെ കമ്പ്യൂട്ടർ സിസ്റ്റം കൊടുക്കുക. സോ ചില കേസിൽ, അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദ കേസസിൽ കാഷെ മെമ്മറി എന്ന് പറയുന്ന പ്രോസസ്സറിൻ്റെ അകത്ത് തന്നെ ബിൽറ്റ് ഇൻ ആയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തതായിരിക്കും, അതിൻ്റെ വെണ്ടർ ഡിസൈൻ ചെയ്തിരിക്കുന്നതായിരിക്കും പ്രോസസ്സറിൻ്റെ അകത്ത് തന്നെ. സോ ഔട്ട്സൈഡ് മെമ്മറിയിലേക്ക് ഒരു അഡ്രസ്സ് കൊടുക്കുക, ഡാറ്റ റീഡ് ഓപ്പറേഷൻസ് സിഗ്നൽസ് കൊടുക്കുക, ഒന്നും ചെയ്യാതെ പ്രോസസ്സറിൻ്റെ അകത്ത് നിന്ന് തന്നെ ഡാറ്റയെ ഫിറ്റ് ചെയ്യാൻ പ്രോസസ്സറിന് പറ്റും കാഷെ മെമ്മറി വഴി. ഓക്കെ, സോ ഇതാണ് കാഷെ മെമ്മറിയുടെ ഒരു കോൺസെപ്റ്റ് വെച്ചിരിക്കുന്നത്. നമ്മളുടെ പ്രോസസ്സറുണ്ട്, മെയിൻ മെമ്മറി ഉണ്ട്, 32 kilobytes ഓഫ് മെമ്മറിയാണ് നമ്മളോട് ജസ്റ്റ് എക്സാമ്പിളായിട്ട് കാണിച്ചിരിക്കുന്നത്. ഓരോ ലൊക്കേഷൻസിലും 12 bits നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതായത് 32 into 12 bits ആണ് ടോട്ടൽ മെമ്മറി കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതായത് ആദ്യത്തെ ലൊക്കേഷനിൽ
12 ബിറ്റ്സ്, അങ്ങനെ 32,000 ലൊക്കേഷൻസാണ് നമ്മൾ ടോട്ടൽ പ്രൈമറി മെമ്മറി എന്ന് പറയുന്നത്. അതിൽ ക്യാഷെ മെമ്മറി എന്ന് പറയുന്നത് പ്രൈമറി മെമ്മറിയേക്കാളും എക്സ്പെൻസീവ് മെമ്മറി ആയിരിക്കും. ബിക്കോസ് അതിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഫാർ ബെറ്ററാണ്, സ്പീഡും എല്ലാ ഓപ്പറേഷൻസും വളരെ ബെറ്ററാണ്. അതുകൊണ്ട് തന്നെയാണ് അത് എക്സ്പെൻസീവുമായിരിക്കും. സോ ക്യാഷെ മെമ്മറിയുടെ സൈസ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഫ്യൂവർ സൈസ് ആയിരിക്കും നമ്മൾ ക്യാഷെ മെമ്മറിക്ക് കൊടുക്കുക. സോ 512 ബൈറ്റ്സ് മാത്രമാണ് ക്യാഷെ മെമ്മറിക്ക് ഇവിടെ റിസർവ് ചെയ്യുക. ഈ പർട്ടിക്കുലർ എക്സാമ്പിളിൽ അതായത് ക്യാഷെ മെമ്മറി നമുക്ക് 512 ലൊക്കേഷൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. സോ പ്രോസസ്സർ എപ്പോഴേ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഡാറ്റ ഇവിടെ നിന്ന് റീഡ് ചെയ്ത് കഴിയുമ്പോൾ അത് ഇവിടേക്കും റൈറ്റ് ചെയ്യും. സോ വെനെവർ നെക്സ്റ്റ് ടൈം പ്രോസസ്സർ ഒരു ഡാറ്റ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ആദ്യം ചെക്ക് ചെയ്യുന്നത് ക്യാഷെ മെമ്മറിയിലായിരിക്കും. സോ ക്യാഷെ മെമ്മറിക്ക് 512 ലൊക്കേഷൻസ് മാത്രം ഉള്ളതുകൊണ്ട് ഒരു പർട്ടിക്കുലർ ഡാറ്റയെ സെർച്ച് ചെയ്യാനായിട്ട് 512 ലൊക്കേഷൻസ് നോക്കിയാൽ മതി. അതേ കേസിൽ ഇവിടെ ആയിരുന്നെങ്കിലോ 32,000 ലൊക്കേഷൻസ് സെർച്ച് ചെയ്താൽ മാത്രമായിരിക്കും ആ ഡാറ്റ പ്രോസസ്സറിലേക്ക് കിട്ടുക. ഇവിടെയാണെങ്കിൽ അത് 512 ലൊക്കേഷൻസ് സെർച്ച് ചെയ്താൽ നമുക്ക് ഒന്നുകിൽ ഡാറ്റ ഉണ്ടെങ്കിൽ അത് പ്രോസസ്സറിലേക്ക് റീഡ് ചെയ്യാൻ പറ്റും, ഡാറ്റ ഇല്ല എങ്കിൽ മാത്രം അത് മെയിൻ മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്തിട്ട് അത് ക്യാഷെ മെമ്മറിയിലേക്ക് റൈറ്റ് ചെയ്യും, ദെൻ പ്രോസസ്സറിലേക്ക് കൊണ്ടുവരും. സോ അതാണ് ക്യാഷെ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. സോ ക്യാഷെ ഓപ്പറേഷൻ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പ്രോസസ്സറിന് ഒരു ഡാറ്റ വേണമെങ്കിൽ ഇറ്റ് വിൽ ഫസ്റ്റ് സെർച്ച് ഇൻ ക്യാഷെ മെമ്മറി. ക്യാഷെ മെമ്മറിയുടെ ഫസ്റ്റ് ഓഫ് ഓൾ സെർച്ച് ഓപ്പറേഷൻസ് ഗെറ്റിംഗ് ഡാറ്റ ആൻഡ് റൈറ്റിംഗ് ഡാറ്റ ഈസ് വെരി ഫാസ്റ്റ്. ഇത് ലൊക്കേഷൻസും കുറവാണ്. സോ നമുക്ക് വളരെ പെട്ടെന്ന് റിസൾട്ട് കിട്ടും. എന്താ പ്രോസസ്സർ സെർച്ച് ചെയ്യുന്ന ഡാറ്റ അതിൻ്റെ അഡ്രസ്സും ഡാറ്റ ഇതിൻ്റെ അകത്ത് ഇല്ല എങ്കിൽ മാത്രമാണ് അത് മെയിൻ മെമ്മറിയിലേക്ക് നോക്കുകയുള്ളൂ. മെയിൻ മെമ്മറിയിലേക്ക് നിന്ന് ഇതിൻ്റെ അകത്ത് ഇല്ലാത്ത കേസിൽ മെയിൻ മെമ്മറി നിന്ന് റീഡ് ചെയ്തതിന് ശേഷം അത് നെക്സ്റ്റ് ടൈംസിലേക്ക് വേണ്ടിയിട്ട് ക്യാഷയിലേക്ക് സേവ് ചെയ്യുകയും അത് പ്രോസസ്സറിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. സോ ദാറ്റ് ഈസ് ദ മെമ്മറി, ക്യാഷെ മെമ്മറി ബേസിക്സ് പ്രിൻസിപ്പിൾസ് ഓഫ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് നിങ്ങൾ വളരെ ഇതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. CPU search for first time it will search for memory in cache. If it is there it will take into the CPU. If it is not there in the cache, it will search in the main memory, then keep a copy in the cache memory, then take into the CPU. Okay, so idana cache memory the basics of operation. Then the fundamental idea of cache is keeping the most frequently accessed instructions. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂപ്പ് ഇൻസ്ട്രക്ഷൻസും സബ്റൂട്ട് ഇൻസ്ട്രക്ഷൻസും ഒക്കെ നമ്മൾ എവിടെ വെക്കും? ക്യാഷെ മെമ്മറിയിൽ വെക്കും. സോ ആൻഡ് ഡാറ്റ ഇൻ ദ ഫാസ്റ്റ് ക്യാഷെ മെമ്മറി ദ ആവറേജ് മെമ്മറി ആക്സസ് ടൈം വിൽ അപ്രോച്ച് ദ ആക്സസ് ടൈം ഓഫ് ദ ക്യാഷെ. സോ അത് അങ്ങനെ വെച്ചത് കൊണ്ട് നമ്മൾക്ക് മെമ്മറിയുടെ ആക്സസ് ടൈം എന്ന് പറയുന്നത് ക്യാഷയുടെ ആക്സസ് ടൈമായിട്ട് ആയിട്ട് വരും. സോ ക്യാഷെ ആക്സസ് ടൈം എന്ന് പറയുന്നത് വളരെ സ്മോളാണ്, വളരെ ലെസ് ടൈം മാത്രം മതി. സോ വി ക്യാൻ ഇംപ്രൂവ് ദ processor and the system performance. When the CPU needs to access memory, the cache is examined first. So ആദ്യം ചെക്ക് ചെയ്യുന്നത് ക്യാഷെ മെമ്മറി ആയിരിക്കും. ഇപ്പോൾ CPU ന് എപ്പോഴെങ്കിലും ഒരു ഡാറ്റ വേണമെങ്കിൽ, if the word is found in the cache, ക്യാഷയിൽ നമ്മൾ പ്രോസസ്സർ സെർച്ച് ചെയ്ത ഡാറ്റ ഉണ്ട് എങ്കിൽ it will read from the fast memory. ക്യാഷയിൽ ഉണ്ടെങ്കിൽ അത് ക്യാഷെ മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്യും. If the word addressed by the CPU is not found in the cache memory ഇല്ല എങ്കിൽ the main memory is accessed to read the word. ക്യാഷെ മെമ്മറി ഇല്ലാത്ത കേസിൽ അത് മെയിൻ മെമ്മറിയിലേക്ക് പോകും. സോ അതിൽ നിന്ന് റീഡ് ചെയ്തിട്ട് അത് CPU-യിലേക്കും പോകും, ക്യാഷെ മെമ്മറിയിലേക്കും പോകും. സോ ക്യാഷെ കൺട്രോളിനായിട്ട് അതിൻ്റെ അകത്ത് ഒരു അൽഗോരിതവും കൺട്രോളറും ഒക്കെ ഉണ്ടായിരിക്കും. Block of words containing the one just accessed is then transferred from main memory to cache memory. പറഞ്ഞു കഴിഞ്ഞു, ക്യാഷെ മെമ്മറി ഇല്ലാത്ത കേസിലാണെങ്കിൽ അത് മെയിൻ മെമ്മറിയിലേക്ക് പോകും. മെയിൻ മെമ്മറിയിൽ നിന്ന് നമ്മൾ ക്യാഷെ മെമ്മറിയിലേക്ക് ഒരു കോപ്പി സേവ് ചെയ്ത് വെക്കും. അതായത് ഇനി ആ ഡാറ്റ വേറെ കേസിൽ അല്ലെങ്കിൽ അല്പസമയം കഴിയുമ്പോൾ ആ ഡാറ്റ വീണ്ടും റിക്വസ്റ്റ് വന്നേക്കാം. സോ അങ്ങനെയുള്ള കേസിൽ അത് ക്യാഷെ മെമ്മറിയിലേക്കും ഒരു കോപ്പി വെച്ചതിന് ശേഷമായിരിക്കും നമ്മൾ പ്രോസസ്സറിലേക്ക് ഡാറ്റ കൊണ്ടുപോവുക. The block size may vary from 1 word to about 16 words adjacent to one just accessed. സോ നമ്മൾ 2000 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷൻ എന്നൊരു ഡാറ്റയാണ് നമ്മൾ പ്രോസസ്സർ റിക്വസ്റ്റ് ചെയ്തതെന്ന് വിചാരിക്കുക. സോ 2000 ഡാറ്റ നമുക്ക് ആദ്യം ക്യാഷയിൽ സെർച്ച് ചെയ്യുമ്പോൾ അതില്ല എങ്കിൽ 2000 മുതൽ 2010 വരെയുള്ള ഡാറ്റ എന്ത് ചെയ്യും? ക്യാഷെ മെമ്മറിയിലേക്ക് സിസ്റ്റം റൈറ്റ് ചെയ്യും. ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സിസ്റ്റം. ഓക്കെ, സോ സിസ്റ്റം ഡിസൈനറാണ് തീരുമാനിക്കുന്നത് എത്ര ഡാറ്റ കൊണ്ടുപോകണം എന്ന് പറയുന്നത്. സിസ്റ്റം ഡിസൈനറാണ്. സിസ്റ്റം കേപ്പബിലിറ്റിക്ക് അനുസരിച്ച് ആ നമ്പർ ആ ഫിഗർ മാറും. ദെൻ പ്രോസസ്സറിൻ്റെ ക്യാഷയുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് ഹിറ്റ് റേഷ്യോ. സോ ക്യാഷെ മെമ്മറിയായിട്ട് ബന്ധപ്പെട്ട് രണ്ട് ടേം ഉണ്ട്, ഹിറ്റ് ആൻഡ് മിസ്. എന്താണ് നമുക്ക് ദ പെർഫോമൻസ് ഓഫ് ക്യാഷെ മെമ്മറി ഈസ് ഫ്രീക്വൻ്റ്ലി മെഷർഡ് ഇൻ ടേംസ് ഓഫ് എ ക്വാണ്ടിറ്റി കോൾഡ് ഹിറ്റ് റേഷ്യോ. സോ ക്യാഷെ പെർഫോമൻസ് നമ്മൾ മെഷർ ചെയ്യുന്ന ഒരു ടേമാണ് ഹിറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. എന്താണ് ഹിറ്റ്? വെൻ ദ CPU refers to memory and finds the words in cache, it is said to produce a hit എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പ്രോസസ്സർ ഇവിടെയുണ്ട്, ക്യാഷെ മെമ്മറി ഇവിടെയുണ്ട്. ഒരു ഡാറ്റ പ്രോസസ്സർ സെർച്ച് ചെയ്യാണ്, അത്
ക്യാഷയിൽ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ ഉണ്ട് എങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഹിറ്റ്. ഓക്കെ, സോ ഒരു പ്രാവശ്യം ഡാറ്റ ക്യാഷ് മെമ്മറിയിൽ നിന്ന് കിട്ടിയെങ്കിൽ ഹിറ്റ് എന്ന് പറയുന്നത് ഹിറ്റ് കൗണ്ട് 1 ആകും. 10 പ്രാവശ്യം ഹിറ്റ് കിട്ടിയെങ്കിൽ ഹിറ്റ് ബിക്കം 10. ഓക്കെ, ദെൻ മിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് ദ വേർഡ് ഈസ് നോട്ട് ഫൗണ്ട് ഇൻ ദ ക്യാഷെ ഇറ്റ് ഈസ് ഇൻ മെയിൻ മെമ്മറി ആൻഡ് ഇറ്റ് കൗണ്ട്സ് എ മിസ്. സോ പ്രോസസ്സർ ഡാറ്റ സെർച്ച് ചെയ്തപ്പോൾ അത് ക്യാഷെ മെമ്മറിയിൽ ഇല്ല, അപ്പോൾ ആ ഡാറ്റ എവിടെയായിരിക്കും? മെയിൻ മെമ്മറിയിലായിരിക്കും. സോ അങ്ങനെ കേസിൽ ക്യാഷയിൽ ഇല്ല എന്നുള്ള കേസിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് മിസ് എന്ന് പറയുന്നത്. സോ എപ്പോഴെങ്കിലും നമ്മുടെ പ്രോസസ്സർ മെയിൻ മെമ്മറിയിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ക്യാഷയിൽ ഇല്ല. സോ മിസ് കൗണ്ട് ഒന്ന് ഇൻക്രീസ് ചെയ്യും. സോ നമ്മൾ ടോട്ടൽ 15 ടൈംസ് ഡാറ്റ റിക്വസ്റ്റ് ചെയ്തപ്പോൾ 10 ടൈംസ് നമുക്ക് ഹിറ്റ് കിട്ടി, ബാക്കി 5 ടൈംസ് മിസ്സായിരിക്കും. സോ നമ്മളുടെ ഹിറ്റ് റേഷ്യോ എന്ന് പറയുന്നത് ഹിറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ, അതായത് 10 ഔട്ട് ഓഫ് 15 ആണ് നമ്മൾ ഈ കേസിൽ. ആ 15 ടൈംസ് റിക്വസ്റ്റ് ചെയ്തപ്പോൾ 10 ടൈംസ് നമുക്ക് ക്യാഷെ മെമ്മറിയിൽ നിന്ന് ഡാറ്റ കിട്ടി. സോ അതാണ് നമ്മളുടെ ഈ ഹിറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. സോ ഹിറ്റ് റേഷ്യോ ഡെഫിനിഷൻ: റേഷ്യോ ഓഫ് ദ നമ്പർ ഓഫ് ഹിറ്റ്സ് ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ CPU റെഫറൻസ് ടു മെമ്മറി. അതായത് ഹിറ്റ്സ് പ്ലസ് മിസ് 15 ആണ് നമ്മളുടെ ഇവിടുത്തെ ടോട്ടൽ എന്ന് പറയുന്നത്. ഈ റേഷ്യോ ആണ് നമ്മളുടെ ഹിറ്റ് റേഷ്യോ. ഹിറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റിക്വസ്റ്റ്, അതാണ് ഹിറ്റ് റേഷ്യോ. സോ ഒരു ക്യാഷെ മെമ്മറിയുടെ ഹിറ്റ് റേഷ്യോ ക്ലോസ് ടു 1 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അതിൻ്റെ ക്യാഷെ പെർഫോമൻസ് ഈസ്, അല്ലെങ്കിൽ ക്യാഷെ ഓപ്പറേഷൻസ് അതിൻ്റെ ഹയസ്റ്റ് പീക്കിലാണ് എന്ന് പറയാൻ പറ്റും. So the basic characteristics of cache memory is its fast access time. So ഒരു cache മെമ്മറിയുടെ ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് അതിൻ്റെ ആക്സസ് ടൈം തന്നെയാണ്. ഫാസ്റ്റ് ആക്സസ് ടൈമാണ്. Therefore very little or no time must be wasted when searching for words in the cache. അതായത് പ്രോസസ്സറിന് ഡാറ്റ സെർച്ച് ചെയ്യാനുള്ള അഡ്രസ്സ് ഔട്ട് ചെയ്യുന്ന അതേ മൊമെൻറ്റിൽ തന്നെ ക്യാഷെ മെമ്മറിയിൽ നിന്ന് ഡാറ്റ നമുക്ക് കിട്ടും. ഇഫ് ക്യാഷെ മെമ്മറി ഹോൾഡ്സ് ദ ഡാറ്റ. ക്യാഷെ മെമ്മറിയിൽ ആ ഡാറ്റ ഉണ്ടെങ്കിൽ ആ വിത്തിൻ സെക്കൻഡ്സ്, വിത്തിൻ നോ ടൈംസ് വി വിൽ ഗെറ്റ് ദ ഡാറ്റ. അത്രയും ഫാസ്റ്റ് ആയിരിക്കും നമ്മളുടെ ക്യാഷെ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ദ ട്രാൻസ്ഫർമേഷൻ ഓഫ് ഡാറ്റ ഫ്രം മെയിൻ മെമ്മറി ടു ക്യാഷെ മെമ്മറി ഈസ് റെഫർ ടു ആസ് മെമ്മറി മാപ്പിംഗ് ഓർ മാപ്പിംഗ് പ്രോസസ്സ്. അതായത് ഒരു മിസ് വന്നപ്പോൾ ആ പ്രോസസ്സറിന് ആവശ്യമുള്ള ഡാറ്റ അത് മെയിൻ മെമ്മറിയിലാണ് ഇരിക്കുന്നത്. മെയിൻ മെമ്മറിയിലിരിക്കുന്ന ഡാറ്റ പ്രോസസ്സർ റീഡ് ചെയ്യുകയും സെയിം ടൈം അത് ക്യാഷിലേക്ക് റൈറ്റ് ചെയ്യുകയും ചെയ്യും. സോ ക്യാഷിലേക്ക് റൈറ്റ് ചെയ്യുന്ന പ്രോസസ്സ്, ആ ട്രാൻസ്ഫർമേഷൻ ഓഫ് ഡാറ്റ ഫ്രം മെയിൻ മെമ്മറി ടു ക്യാഷെ മെമ്മറി, അതിനെ വിളിക്കുന്നതാണ് നമുക്ക് മാപ്പിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ സിലബസിൽ മാപ്പിംഗ് പ്രോസസ്സ് തിരിച്ച് പറഞ്ഞിട്ടുണ്ട്. സോ വി ഷുഡ് ഹൗ ടു സ്റ്റഡി വാട്ട് ഈസ് മാപ്പിംഗ് ആൻഡ് ഹൗ ഇറ്റ് ഈസ്. So there are 3 types of mapping procedures. Generally 3 methods ആണ് മാപ്പിംഗ് പ്രൊസീജിയറിലുള്ളത്, മാപ്പിംഗ് ടെക്നിക്സിലുള്ളത്. അസോസിയേറ്റീവ് മാപ്പിംഗ്, ഡയറക്റ്റ് മാപ്പിംഗ് ആൻഡ് സെറ്റ് അസോസിയേറ്റീവ് മാപ്പിംഗ്. സോ 3 മെത്തേഡ്സും ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമുക്ക് പറഞ്ഞു പോകാം. അസോസിയേറ്റീവ് മാപ്പിംഗ് എന്താണ്, ഡയറക്റ്റ് മാപ്പിംഗ് എന്താണ്, സെറ്റ് അസോസിയേറ്റീവ് മാപ്പിംഗ് എന്താണ്. ഫസ്റ്റ് അസോസിയേറ്റീവ് മാപ്പിംഗ്. സോ അസോസിയേറ്റീവ് മാപ്പിംഗ് എന്ന് പറയുന്നത്, സോ ക്യാഷയുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് പ്രോസസ്സറുണ്ട്, മെയിൻ മെമ്മറി ഉണ്ട്, ഇൻ ബിറ്റ്വീൻ വി ഹാവ് അവർ ക്യാഷെ മെമ്മറി. ഓക്കെ, സോ ക്യാഷെ മെമ്മറി പ്രോസസ്സർ ആദ്യം ടോട്ടൽ മെമ്മറി എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ ഒരു 2000 മെമ്മറി ലൊക്കേഷൻസ് ഉള്ള ഒരു സിസ്റ്റമാണ് എന്ന് വിചാരിക്കും. ഇതാണ് നമ്മളെ മെയിൻ മെമ്മറി. 000 മുതൽ 2000 വരെയാണ് നമ്മളുടെ മെമ്മറി ഏരിയ, മെമ്മറി റേഞ്ച് എന്ന് പറയുന്നത്. സോ പ്രോസസ്സർ എക്സിക്യൂട്ട് ചെയ്യുന്ന CPU അഡ്രസ്സ് 15 ബിറ്റ്സ് ആയിട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ നമ്മളൊരു എക്സ്പ്ലെയിൻ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒക്ടൽ സിസ്റ്റത്തിലാണ് ഇവിടുത്തെ നമ്മൾ അഡ്രസ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ ടോട്ടൽ 16. സോ ഈച്ച് 0 കൺസിസ്റ്റ് ഓഫ്, ഒക്ടൽ എന്ന് പറയുന്നത് 3 ബിറ്റ്സ് മതിയാകും. 0 to 7 മാത്രമേ ഒക്ടലിലുള്ളൂ. ഓക്കെ, അഡ്രസ്സിൻ്റെ കാര്യം പറയുന്നത്. സോ 0 to 7 വരെ ഉള്ളെങ്കിൽ കേസിൽ ഓരോ 0യും 3 ബിറ്റ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുക. സോ 5 into 3 15 അഡ്രസ്സിലാണ്. സോ നമ്മൾക്ക് 15 അഡ്രസ്സ് കൊണ്ട് നമുക്ക് 20,000 വരെ കിട്ടും. 000 20,000. സോ പ്രോസസ്സറിന് ആവശ്യമായ ഡാറ്റ എന്ന് പറയുന്നത് 3000 നിന്നാണ്. സോ 0300 എന്നുള്ള ലൊക്കേഷനിൽ നിന്നാണ് വരിക. സോ ക്യാഷയിലേക്ക് നമ്മൾ റൈറ്റ് ചെയ്യുന്ന ഡാറ്റ ഈ അഡ്രസ്സും റൈറ്റ് ചെയ്യും, ഇവിടുത്തെ ഡേറ്റയും റൈറ്റ് ചെയ്യും. ഇവിടെയാണ് ഡാറ്റ എന്ന് പറയുന്നത്. സോ ഡാറ്റ എന്ന് പറയുന്നത് 12 ബിറ്റ്സ് ഡാറ്റയാണെന്ന് വിചാരിക്കുക. സോ നമ്മൾ ക്യാഷെ മെമ്മറിയുടെ സൈസിൽ അല്ലെങ്കിൽ ക്യാഷെ മെമ്മറിയുടെ ആദ്യത്തെ ലൊക്കേഷനിൽ നമ്മൾ കീപ്പ് ചെയ്യുന്നത് ഈ അഡ്രസ്സും കീപ്പ് ചെയ്യും,
ആ അഡ്രസ്സിലെ മെയിൻ മെമ്മറിയിലെ ഡേറ്റയും കീപ്പ് ചെയ്യും. സോ ഫസ്റ്റ് വിൽ കീപ്പ് അഡ്രസ് 0100 എന്ന അഡ്രസ്സ്, ദെൻ പ്രൈമറി മെമ്മറിയിലെ ആ അഡ്രസ്സിൽ കിടക്കുന്ന ഡേറ്റയും നമ്മൾ ക്യാഷെ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യും. ഓക്കെ, ദെൻ വീണ്ടും അടുത്ത കേസിൽ പ്രോസസ്സർ സെർച്ച് ചെയ്യുന്ന ഡാറ്റ അത് ഇരിക്കുന്നത് 2777, അതായത് ഈ ലൊക്കേഷനിലാണ് ഇരിക്കുന്നതെങ്കിൽ പ്രോസസ്സർ ആ ലൊക്കേഷനിലേക്ക് ഡാറ്റ, ഈ ലൊക്കേഷനിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്തിട്ട് ഈ ലൊക്കേഷൻ അഡ്രസ്സും അവിടുത്തെ ഡേറ്റയും ക്യാഷെ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യും. സോ ക്യാഷെ മെമ്മറി എന്ന് പറയുന്ന മെമ്മറി ഷുഡ് ബി ഏബിൾ ടു അക്കമഡേറ്റ് ദ അഡ്രസ് ആൻഡ് ഡാറ്റ വിത്തിൻ ദ പ്രൈമറി മെമ്മറി. സോ അതായത് 2000 എന്ന് പറയുന്ന ലൊക്കേഷനിലെ ഡാറ്റയാണ് പ്രോസസ്സറിന് വേണ്ടതെങ്കിൽ 2000-ലെ ഡാറ്റയെ സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം അത് ക്യാഷെയിൽ 2000 എന്ന് പറയുന്ന അഡ്രസ്സ് ഉണ്ടോ എന്ന് നോക്കും. അഡ്രസ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഡാറ്റ റീഡ് ചെയ്യുള്ളൂ. അങ്ങനെയാണ് നമ്മൾ ഓപ്പറേഷൻ ഫാസ്റ്റ് ആവുന്നത്. ഈ അഡ്രസ്സ് ഇവിടെ നമ്മൾ സേവ് ചെയ്ത് വച്ചിട്ടില്ല എങ്കിൽ ഇറ്റ് വിൽ ഗോ ഔട്ട്സൈഡ് ടു ദ പ്രൈമറി മെമ്മറി ഓർ മെയിൻ മെമ്മറി. സോ ഇങ്ങനെയുള്ള ഓപ്പറേഷനെയാണ് നമ്മൾ എന്ന് പറയുന്നത് അസോസിയേറ്റീവ് മാപ്പിംഗ് എന്ന് പറയുന്നത്. സോ അസോസിയേറ്റ്സ് ബോത്ത് അഡ്രസ് ആൻഡ് ഡാറ്റ ആൻഡ് ബോത്ത് ഓഫ് ദം വിൽ കീപ്പ് ഇൻസൈഡ് ദ ക്യാഷെ മെമ്മറി. സോ 2000-ലെ മെമ്മറിയിൽ ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2000 എന്ന് പറയുന്ന അഡ്രസ്സും വെക്കണം, 2000-ലെ ഡാറ്റയും വെക്കണം. സോ ദാറ്റ് ഈസ് ദ അസോസിയേറ്റീവ് മാപ്പിംഗ് ടെക്നിക്സ്. എന്താണ് നമുക്ക് നോക്കാം. Associative mapping technique stores both the address and the content of the memory. So ഇതാണ് എൻ്റെ ഇമ്പോർട്ടൻ്റ്, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. stores both the address and the content of the memory. A CPU address of 15 bits, ഈ കേസിൽ നമ്മൾ 15 bits ആയിട്ട് പറഞ്ഞിരിക്കുന്നത്, അതും ഒക്ടൽ സിസ്റ്റമാണ്, ഈസ് പ്ലേസ് ഇൻ ദ ആർഗ്യുമെൻറ്റ് രജിസ്റ്റർ. സോ എപ്പോഴെങ്കിലും നമ്മളെ പ്രോസസ്സറിന് എന്താണ് ഒരു ഡാറ്റ വേണം. സോ 2000 എന്ന് പറയുന്ന ലൊക്കേഷനിൽ നിന്നാണ് ഡാറ്റ വേണ്ടത്. സോ 0200 എന്ന് പറയുന്ന കണ്ടൻറ്റ് പ്രോസസ്സർ സെർച്ച് ചെയ്യുന്ന മെമ്മറിയിലെ അഡ്രസ്സാണ് 0200 എന്ന് പറയുന്നത്. അത് ഒരു രജിസ്റ്ററിലേക്ക് അത് വെക്കും. അഡ്രസ്സിലേക്ക് വരുമ്പോൾ ഈ അഡ്രസ്സ് ആദ്യം നമ്മുടെ ക്യാഷെ മെമ്മറിയിലെ അഡ്രസ്സ് ഈ കണ്ടൻറ്റ് ഈ ക്യാഷെ മെമ്മറിയിലുണ്ടോ എന്ന് മാത്രം സെർച്ച് ചെയ്യുക. ഓക്കെ, സോ ക്യാഷെ മെമ്മറിയിൽ ഈ അഡ്രസ്സ് ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയ ലൊക്കേഷൻ എന്ന ഡാറ്റ റീഡ് ചെയ്തിട്ട് നെക്സ്റ്റ് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് പ്രോസസ്സർ പോകും. മെയിൻ മെമ്മറിയിലേക്ക് ഒരിക്കലും അത് സെർച്ച് ചെയ്യില്ല. സോ 0200 എന്ന് പറയുന്ന ലൊക്കേഷൻ ഇവിടെ ഇല്ലാത്ത കേസിൽ എന്ത് ചെയ്യണം? ദാറ്റ് കറസ്പോണ്ട്സ് ടു എ മിസ്. System will go out of the cache memory to the main memory. So CPU address 15 bits is placed in the argumentation and the associated memory searched for a matching address. ആദ്യം സെർച്ച് ചെയ്യുന്നത് അതിൻ്റെ അഡ്രസ്സ് മാച്ച് ചെയ്യുന്നുണ്ടോ എന്നായിരിക്കും. If the address is found, the corresponding 12-bit data is read from and sent to the CPU. So addresses നമ്മൾ ആർഗ്യുമെൻറ്റേഷനിൽ വച്ചിരിക്കുന്ന അഡ്രസ്സ് കാഷെ മെമ്മറിയുടെ അഡ്രസ് ഫീൽഡിൽ ഉണ്ട് എങ്കിൽ അത് അഡ്രസ് ഫീൽഡിന് കറസ്പോണ്ടിങ് ആയ ഡാറ്റ പ്രോസസ്സർ റീഡ് ചെയ്യും. ഇഫ് നോ മാച്ച് ഒക്കേഴ്സ്, അഡ്രസ്സ് മാച്ച് ചെയ്തിട്ടില്ല എങ്കിൽ മെയിൻ മെമ്മറി ഈസ് ആക്സസ്ഡ് ഫോർ ദ വേർഡ്. The address data pair is then transferred to the associative cache memory. So ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ പ്രോസസ്സർ ആദ്യം ഇവിടെ ഇരിക്കുന്നു, മെയിൻ മെമ്മറി ഇരിക്കുന്നു, ക്യാഷെ മെമ്മറി ഇരിക്കുന്നു. ആദ്യം നമ്മൾ സെർച്ച് ചെയ്യുന്ന ഡാറ്റയുടെ അഡ്രസ്സ് ഇവിടെ രജിസ്റ്ററിലേക്ക് റൈറ്റ് ചെയ്യുന്നു. അഡ്രസ്സ് ഇവിടെ ഉണ്ട് എങ്കിൽ ഡാറ്റ റീഡ് ചെയ്യുന്നു, ഇല്ല എങ്കിൽ സെയിം അഡ്രസ്സിലേക്ക് മെയിൻ മെമ്മറിയിലേക്ക് പോകും. ഇതാണ് അഡ്രസ്സ്, ഇവിടുത്തെ ഡാറ്റ റീഡ് ചെയ്യും. ഈ അഡ്രസ്സും ഡാറ്റയും ദെൻ എങ്ങോട്ട് റൈറ്റ് ചെയ്യും? ക്യാഷെ മെമ്മറിയിലേക്ക് റൈറ്റ് ചെയ്യും. അതിനുശേഷം അത് പ്രോസസ്സറിലേക്ക് പോകും. Okay, so that is the associative mapping operation. If the cache is full, അടുത്ത കേസിൽ ക്യാഷെ ഫുള്ളായി, ആദ്യം നമ്മൾ 512 ലൊക്കേഷൻസ് ആണ് നമ്മളെ ക്യാഷയിലുള്ളത്. ഈ 512 ലൊക്കേഷൻസും ഫില്ലാണ്. അപ്പോൾ പ്രോസസ്സർ ഒരു ഡാറ്റ റിക്വസ്റ്റ് ചെയ്തു, അതിവിടെ മിസ് റിസൾട്ട് വന്നു. അതായത് ആ പ്രോസസ്സർ ഡാറ്റ അവിടെ ഇല്ല. അപ്പോൾ മെയിൻ മെമ്മറിയിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്തു. 5000 നിന്നാണ് ഡാറ്റ റീഡ് ചെയ്യുന്നത്. സോ 5000 റീഡ് ആകുമ്പോൾ 5000 എന്ന് പറയുന്ന അഡ്രസ്സ് ഇവിടെ ഇല്ല. സോ പ്രോസസ്സർ ഔട്ട് സൈഡിൽ നിന്ന് മെയിൻ മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്തിട്ട് അത് ക്യാഷിലേക്ക് റൈറ്റ് ചെയ്യണം. സോ റൈറ്റ് ചെയ്യാനായിട്ട് ഇത് ഫുള്ളാണ്. സോ അങ്ങനെയുള്ള കേസിൽ ഡിഫറെൻറ്റ് അൽഗോരിതം വെച്ചായിരിക്കും ഈ ഡാറ്റയെ നമ്മൾ ഇവിടേക്ക് റൈറ്റ് ചെയ്യുന്നത്. സോ ഡിഫറെൻറ്റ് അൽഗോരിതം എന്ന് പറയുന്ന ഫ്രീക്വൻ്റ്ലി യൂസ് ചെയ്യുന്ന അൽഗോരിതം ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ക്യാഷിലേക്ക് ആദ്യം വന്ന ഡാറ്റയെ എന്ത് ചെയ്യും? പുറത്തേക്ക് മാറ്റിയിട്ട് ഈ പുതിയ ഇൻകമിംഗ് ഡാറ്റയെ അവിടേക്ക് റൈറ്റ് ചെയ്യും. അവിടേക്ക് റൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അഡ്രസ്സും ഡേറ്റയും കൂടിയിട്ട് വെക്കണം. ഓക്കെ, സോ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടിലാകാം, അല്ലെങ്കിൽ റാൻഡം ഓർഡറിലാകാം. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ റാൻഡം നമ്പേഴ്സ്, റാൻഡം ലൊക്കേഷൻസ് ഡിലീറ്റ് ചെയ്തിട്ട് അവിടേക്ക് നമ്മൾ ന്യൂ ഡാറ്റ വയ്ക്കും. അല്ലെങ്കിൽ ക്യാഷെ തന്നെ ഇൻഫ്രീക്വൻ്റ് ആയിട്ട്, അതായത് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഡാറ്റ റിട്ടൈൻ ചെയ്തിട്ട് വളരെ റെയറായിട്ട് ഉപയോഗിക്കുന്ന ഡാറ്റയെ റീപ്ലേസ് ചെയ്തുകൊണ്ട് നമുക്ക് പുതിയ ഡാറ്റ വയ്ക്കാം. സോ അത് ഡിഫറെൻറ്റ് അൽഗോരിതംസ് ആണ്. ഡിഫറെൻറ്റ് സർവീസ്, ഡിഫറെൻറ്റ് മാനുഫാക്ചേഴ്സ് ഡിഫറെൻറ്റ് ടെക്നിക്സ് ആയിരിക്കും അവിടെ യൂസ് ചെയ്യുന്നത്.
ദെൻ അടുത്ത സെക്കൻഡ് മാപ്പിംഗ് ടെക്നിക്സ് ആണ് ഡയറക്റ്റ് മാപ്പിംഗ് ടെക്നിക് എന്ന് പറയുന്നത്. സോ ഇതും അസോസിയേറ്റീവ് മാപ്പിംഗ് പോലെ തന്നെയാണ്. അവിടെയും അഡ്രസ്സും ഡേറ്റയും നമുക്ക് കീപ്പ് ചെയ്ത് വെക്കണം. സോ ഇവിടുത്തെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ടോട്ടൽ മെമ്മറി എന്ന് പറയുന്ന ലൊക്കേഷൻസ് നമുക്ക് 20,000 ആണ്. 0000 മുതൽ 20,000 ആണ് നമ്മളെ ടോട്ടൽ മെമ്മറി, മെയിൻ മെമ്മറി. ഇത്രയും മെമ്മറി ഉണ്ടാക്കിയിട്ടുള്ളൂ. അല്ലെങ്കിൽ 7,777 അത്രയും ലൊക്കേഷൻസ് ആണ് നമുക്ക് ടോട്ടൽ ഉണ്ടാകുന്നത്. സോ ഇവിടെ നമ്മൾ ഓരോ ഇപ്പോൾ ഈ ടോട്ടൽ മെമ്മറി നമ്മളുടെ ബുക്ക് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, സോ ബുക്കിൽ ഓരോന്നിലും ഓരോ പേജ് ഉണ്ടായിരിക്കും. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം, പേജ് 1, ദെൻ പേജ് 2, പേജ് 3, ഇങ്ങനെ ഓരോ പേജായിട്ട് നമ്മളിങ്ങനെ, അതായത് ടോട്ടൽ മെമ്മറിയെ തന്നെ 2 ഫീൽഡായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഇതിനെ നമ്മൾ ഇൻഡെക്സ്, ഓരോ പേജിലും നമുക്ക് 10 ലൈൻസ് വെച്ചുണ്ടെന്ന് വിചാരിക്കുക. സോ ഒന്നാമത്തെ പേജിൽ 10 ലൈൻസ്, ഓരോ ലൈനിലും നമുക്ക് ഓരോ ഡാറ്റ. രണ്ടാമത്തെ പേജിലും 10 ലൈൻസ്, മൂന്നാമത്തെ പേജിലും 10 ലൈൻസ്, നാലാമത്തെ പേജിലും 10 ലൈൻസ്. അപ്പോൾ ടോട്ടൽ അഡ്രസ്സിനെ നമ്മൾ 2 സെക്ഷനായിട്ട്, 2 ഫീൽഡായിട്ട് തിരിക്കും. ഓക്കെ, ഇതിനെ നമ്മൾ ടാഗ് എന്ന് വിളിക്കും. ടോട്ടൽ 15 ആണുള്ളത്. ടാഗ് ഉണ്ട്, ഇൻഡെക്സ് ഉണ്ട്. ഇൻഡെക്സ് ആണ് ഓരോ പേജിലെയും ലൈൻ ആക്സസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. സോ ഇവിടെ നമ്മൾക്ക് ആദ്യം അസോസിയേറ്റീവ് മെമ്മറിയിൽ നമ്മൾ കമ്പാരിസൺ ചെക്കിങ് വന്നത് 15 അഡ്രസ് ലൈൻസും നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണമായിരുന്നു. 15 അഡ്രസ്സും ഇതിൻ്റെ അകത്തുണ്ടോ ഒന്ന് ചെക്ക് ചെയ്യണമായിരുന്നു. അതിന് റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ 9 ബിറ്റ്സ് ആയിട്ടുള്ള വളരെ കുറഞ്ഞ അഡ്രസ് റേഞ്ചിലുള്ള ഫീൽഡ് മാത്രമാണ് നമ്മൾ മെയിൻ മെമ്മറിയിലേക്ക് റൈറ്റ് ചെയ്യുന്നത്. സോ സെർച്ചിങ് എന്ന് പറയുന്നത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. സോ ടോട്ടൽ 15-ലെ 6 ബിറ്റ്സ്, അതായത് 3 നമ്പർ ടാഗ് എന്നും അടുത്ത 3 അടുത്ത 2 ടാഗ് എന്നും അടുത്ത 3 നമ്മൾ ഇൻഡെക്സ് എന്നും പറയും. ഇൻഡെക്സ് ആണ് നമ്മളെ പേജ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, പ്രോസസ്സർ സെർച്ച് ചെയ്യുന്ന ഡാറ്റ 3-ാമത്തെ പേജിൽ 17-ാമത്തെ ലൈനാണ് എന്ന് വിചാരിക്കുക, 17-ാമത്തെ ലൊക്കേഷൻസ്. സോ പ്രോസസ്സർ ഇവിടെ റൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റ എന്ന് പറയുന്നത് 4-ാമത്തെ പേജിലെ 17-ാമത്തെയാണ്. സോ ആദ്യം പ്രോസസ്സർ ചെക്ക് ചെയ്യുന്നത് 17-ാമത്തെ ലൊക്കേഷൻ സെർച്ച് ചെയ്യും. 17-ാമത്തെ ലൊക്കേഷനിൽ നമ്മൾ എന്ത് വെച്ചിട്ടുണ്ടാകും, 04ഉം അവിടുത്തെ ഡേറ്റയും വെച്ചിട്ടുണ്ടാകും. 04 ആണ് പ്രോസസ്സറിന് വേണ്ടത് 03-ലെ 3-ാമത്തെ പേജിലെ 17-ാമത്തെ ലൈനാണ്. പക്ഷേ ക്യാഷയിലുള്ളത് 4-ാമത്തെ പേജിലെ 17-ാമത്തെ ലൈനാണ്. സോ ഇതൊരു മിസ്സാണ്. ആ കേസിൽ എന്ത് ചെയ്യും, പ്രോസസ്സർ മെയിൻ മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്തിട്ട് 04 മാറ്റി അവിടെ 03 ആക്കിയിട്ട് അവിടുത്തെ ഡാറ്റ അവിടെ വെക്കും. സോ നമ്മൾ അഡ്രസ്സ് 15 ലൈൻസ് ഓഫ് അഡ്രസ്സ് സെർച്ച് ചെയ്യുന്നതിന് പകരം വളരെ കുറഞ്ഞ്, അതായത് ടോട്ടൽ നമുക്ക് എല്ലാ ബുക്കിലും സെർച്ച് ചെയ്യുന്നതിന് പകരം തന്നിരിക്കുന്ന പേജ്, മെൻഷൻ ചെയ്തിരിക്കുന്ന പേജ് മാത്രം ഓപ്പൺ ചെയ്യുക. സോ ടീച്ചർ പറയുകയാണ്, ഓപ്പൺ ദ പേജ് നമ്പർ 25 ആൻഡ് റീഡ് ദ സെൻറ്റൻസ് ഓർ റീഡ് ദ 4th പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓപ്പറേഷൻ എളുപ്പമാണ്. അതേസമയം പ്രോസസ്സർ ടീച്ചർ ക്ലാസ്സിൽ വന്നിട്ട് പറയുകയാണ്, ഓപ്പൺ യുവർ ബുക്ക് ആൻഡ് ഫൈൻഡ് സം പർട്ടിക്കുലർ വേർഡ്സ് ഇൻ യുവർ ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഷുഡ് ഔട്ട് സെർച്ച് ദ എൻറ്റയർ ബുക്ക്. സോ അതാണ് നമ്മളുടെ അസോസിയേറ്റീവ് മാപ്പിംഗ് എന്ന് പറയുന്നത്. സോ അസോസിയേറ്റീവ് മാപ്പിങ്ങിൽ നമുക്ക് എൻറ്റയർ റേഞ്ചിലെ അഡ്രസ്സ് സെർച്ച് ചെയ്താൽ മാത്രമേ ഒരു ഹിറ്റാണോ മിസ്സാണോ എന്ന് തീരുമാനിക്കാൻ പറ്റുള്ളൂ. സോ അതിനെ ഓവർകം ചെയ്ത് അല്ലെങ്കിൽ സ്പീഡ് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഡയറക്റ്റ് മാപ്പിംഗ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് മാപ്പിങ്ങിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയ കൂടി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ ഏരിയയിലെ എത്രാമത്തെ ലൈൻ, ആ ഏരിയ ഇല്ലെങ്കിൽ ആ ഏരിയ കൊണ്ടുവന്ന് മെമ്മറിയിൽ നിന്ന് ക്യാഷ് മെമ്മറിയിലേക്ക് വെക്കുക. സോ അങ്ങനെയുള്ളതിനെ തിരിഞ്ഞ് പറയുന്ന പേരാണ് അങ്ങനെ ദിസ് ടെക്നിക് ഓഫ് മാപ്പിംഗ് ഈസ് കോൾഡ് ഡയറക്റ്റ് മാപ്പിംഗ് എന്ന് പറയും. ഓക്കെ, സോ ബെറ്റർ സ്പീഡ്, നമ്മളെ അസോസിയേറ്റീവ് മാപ്പിനേക്കാളും സ്പീഡായിരിക്കും, ബെറ്റർ സ്പീഡായിരിക്കും നമുക്കിവിടെ ഡയറക്റ്റ് മാപ്പിങ്ങിൽ ഉള്ളത്. എന്താ നോക്കാം. ഹിയർ ദ CPU അഡ്രസ് ഓഫ് 15 ബിറ്റ്സ് ഇസ് ഡിവൈഡ് ഇൻ ടു 2 ഫീൽഡ്സ് പറഞ്ഞു. 2 ഫീൽഡായിട്ട് തിരിക്കും, ടാഗ് ആൻഡ് ഇൻഡെക്സ്. ദ 9 least significant bits constitutes the index field and the remaining 6 bits form the tag field. Tag corresponds to page number, index corresponds to ലൈൻ നമ്പർ. നമ്മൾ പേജ് ആൻഡ് ലൈൻ ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ്. സോ ടാഗും ഉണ്ടായിരിക്കും, ലൈനും ഉണ്ടായിരിക്കും. സോ ലൈനിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്യും. സോ ലൈൻ അഡ്രസ്സിൽ നിന്ന് നമ്മൾ റീഡ് ചെയ്യുമ്പോൾ അവിടെ എന്തൊക്കെ ഉണ്ടായിരിക്കും, ടാഗും സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും, ഡേറ്റയും സേവ് ചെയ്തിട്ടുണ്ട്. സോ ടാഗ് ആൻഡ് ഡേറ്റ ഫോംസ് ദ വേർഡ് ഇൻ ദ ക്യാഷെ മെമ്മറി. സോ ടാഗ് 3-ാമത്തെ പേജിലെ ഡാറ്റ.
സോ പ്രോസസ്സർ ഔട്ട് ചെയ്യുന്നത് 5ാമത്തെ പേജിലെ 17ാമത്തെ ലൈൻ എന്നായിരിക്കും. സോ 17ാമത്തെ ലൈൻ ക്യാഷിൽ റീഡ് ചെയ്യും. അവിടെ 5 ഉണ്ടോ ഒന്ന് നോക്കും. 5 ഉണ്ട് എങ്കിൽ ഹിറ്റാണ്, 5 ഇല്ല എങ്കിൽ മിസ്സാണ്. പ്രോസസ്സർ സെർച്ച് ചെയ്യുന്നത് 5th പേജിലെയാണ്, ക്യാഷിലുള്ളത് 3ാമത്തെ പേജിലാണ്. സോ മിസ്സാണ്. സോ ആദ്യം നമ്മൾ ഇവിടെ സെർച്ച് ചെയ്യുമ്പോൾ ഇവിടുത്തെ ഡാറ്റ റീഡ് ചെയ്തിട്ട് ഈ പ്രോസസ്സർ ഔട്ട് ചെയ്ത ടാഗും സേവ് ചെയ്തിരിക്കുന്ന ടാഗും സെയിം ആണെങ്കിൽ ദാറ്റ് മേക്സ് എ ഹിറ്റ്. ടാഗ് ഡിഫറൻ്റ് ആണെങ്കിൽ അത് മിസ്സായിരിക്കും. നോക്കാം. സോ മെയിൻ മെമ്മറി നീഡ്സ് ആൻ അഡ്രസ് ദാറ്റ് ഇൻക്ലൂഡ്സ് ബോത്ത് ടാഗ് ആൻഡ് ദ ഇൻഡെക്സ്. സോ മെയിൻ മെമ്മറിയിൽ നിന്ന് ഡാറ്റ കിട്ടണമെങ്കിൽ നമ്മൾ പേജ് നമ്പറും കൊടുക്കണം, അതിൻ്റെ ഇൻഡെക്സും കൊടുക്കണം. ടാഗും ഇൻഡെക്സും കൊടുക്കണം. ക്യാഷിൽ നിന്ന് റീഡ് ചെയ്യാനായിട്ട് ഇൻഡെക്സ് മാത്രം മതി. ഇൻഡെക്സിൻ്റെ സൈസ് കുറവാണ്. സോ സെർച്ച് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. The number of bits in the index field is equal to the number of address bits required to access the cache memory. So എത്ര നമ്പർ ഓഫ് ലൈൻസ് ആണ് നമ്മൾ ഇൻഡെക്സിന് കൊടുക്കേണ്ടത് എന്നുള്ളത് ക്യാഷയുടെ സൈസ് അനുസരിച്ചിരിക്കും. സോ ക്യാഷയുടെ നമ്മൾ എക്സാമ്പിളായിട്ട് പറയാൻ പോകുന്നത് 512 ബൈറ്റ്സ് ആണ്. 512 ബൈറ്റ്സ് വേണമെങ്കിൽ നമുക്ക് 9 ബിറ്റ്സ് വേണ്ടി വരും. സോ 9 ബിറ്റ്സ് ഉള്ള ഡിഫറെൻറ്റ് പേജസ് ആയിട്ട് 9 ബിറ്റ്സ് അഡ്രസ് ലൈൻസ് ഡിഫറെൻറ്റ് പേജസ് ആയിട്ട് നമ്മൾ ടോട്ടൽ മെമ്മറിയെ നമ്മൾ ക്ലാസിഫൈ ചെയ്യും. ഈച്ച് വേർഡ് ഇൻ ക്യാഷെ കൺസിസ്റ്റ് ഓഫ് ഡാറ്റ വേർഡ് ആൻഡ് ഇറ്റ്സ് അസോസിയേറ്റഡ് ടാഗ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ ക്യാഷയിൽ സേവ് ചെയ്ത് വെക്കുന്നത് അസോസിയേറ്റീവ് മെമ്മറിയിൽ നമ്മൾ 15 അഡ്രസ് ലൈൻസും സേവ് ചെയ്ത് വെക്കണം, അവിടുത്തെ 12 ബിറ്റ്സ് ഡാറ്റയും സേവ് ചെയ്ത് വെക്കണം. ഇതാണ് നമ്മളുടെ അസോസിയേറ്റീവ് മെമ്മറി എന്ന് പറയുന്നത്. ഇവിടുത്തെ അഡ്രസ് 15, ഇവിടുത്തെ ഡാറ്റ 12 ബിറ്റ്സ്. അതേസമയം അത് ഡയറക്റ്റ് മാപ്പിങ്ങിലേക്ക് വരുമ്പോൾ നമ്മളിവിടെ ടാഗ് മാത്രം വെച്ചാൽ മതി, 6 ബിറ്റ്സും വെച്ചാൽ മതി, ദെൻ 12 ബിറ്റ്സ് ഡാറ്റയും വെച്ചാൽ മതി. സോ ടോട്ടൽ 18 ബിറ്റ്സ് മതിയാകും എന്തിന്, ക്യാഷ് മെമ്മറിയുടെ ഡാറ്റ കപ്പാസിറ്റി. അതേസമയം ഇവിടെ 27 ബിറ്റ്സ് വേണ്ടി വരും ഇതിൻ്റെ ക്യാഷ് മെമ്മറിയുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓരോ ലൊക്കേഷനും 27 ബിറ്റ്സ്, ഇവിടെ ഓരോ ലൊക്കേഷനിലും 18 ബിറ്റ്സ്. സോ സെർച്ചിങ് ഇമ്പ്രൂവ് ചെയ്തു, മെമ്മറി കപ്പാസിറ്റിയും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും വിത്ത് ഡയറക്റ്റ് മാപ്പിംഗ്. വെൻ എ ന്യൂ വേർഡ് ഈസ് ഫസ്റ്റ് ബ്രോട്ട് ഇൻ ടു ദ ക്യാഷെ, ഒരു പുതിയ വേർഡ് ക്യാഷിലേക്ക് വരുമ്പോൾ ടാഗ് ബിറ്റ്സ് ആർ സ്റ്റോർഡ് അലോങ് സൈഡ് ദ ഡാറ്റ ബിറ്റ്സ്. ടാഗ് ബിറ്റ്സും നമ്മൾ സേവ് ചെയ്ത് വെക്കും, ഡാറ്റ ബിറ്റ്സും സേവ് ചെയ്ത് വെക്കും. ആദ്യം അത് അസോസിയേറ്റീവ് ബിറ്റിലും പറഞ്ഞിരുന്നു, അവിടെ ടാഗ് ബിറ്റ്സിന് പകരം എൻ്റയർ അഡ്രസ്സാണ് സേവ് ചെയ്ത് വെക്കുന്നത്. ആ പോയിന്റ് മാത്രമാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിഫറൻസ് മനസ്സിലാക്കാനുള്ളൂ. When the CPU generates a memory request, the index field is used for the address to access the cache. So ഒരു CPU ഒരു ഡാറ്റ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ഇൻഡെക്സ് ഫീൽഡ് മാത്രമായിരിക്കും നമ്മളുടെ ക്യാഷയിലേക്ക് സെർച്ചിങ്ങിന് വരുന്നത്. അത് ഉണ്ടെങ്കിൽ ഹിറ്റ് അല്ലെങ്കിൽ മിസ്, ഇനി പറയേണ്ട ആവശ്യമില്ല. The tag fields of CPU address is compared with the tag in the word read from the cache. So ടാഗ് ഫീൽഡ് ക്യാഷിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്യുമ്പോൾ, പർട്ടിക്കുലർ ലൈൻ ഡാറ്റ റീഡ് ചെയ്യുമ്പോൾ അവിടുത്തെ ടാഗും പ്രോസസ്സർ ഔട്ട് ചെയ്ത ടാഗും കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്യുമ്പോൾ ഈക്വൽ ആണെങ്കിൽ ഹിറ്റാണ്, നോൺ ഈക്വൽ ആണെങ്കിൽ അൺഈക്വൽ ആണെങ്കിൽ അത് മിസ്സാണ്. If the two tags match, അതായത് ഹിറ്റ്, there is a hit and the desired data word is in cache. If there is no match, there is a miss and the required word is read from the main memory. Okay, പറഞ്ഞതാ. It is then stored in the cache together with the new tag replacing the previous value. So മിസ്സാവുന്ന കേസിൽ അത് മെയിൻ മെമ്മറിയിലേക്ക് ടാഗും ഇൻഡെക്സും കൊടുത്തിട്ട് ലൊക്കേഷൻ കണ്ടുപിടിച്ച് അവിടുത്തെ ഡാറ്റ ക്യാഷ് മെമ്മറിയിലേക്ക് റൈറ്റ് ചെയ്യും. റൈറ്റ് ചെയ്യുമ്പോൾ ഇൻഡെക്സ് റൈറ്റ് ചെയ്യില്ല, ടാഗും ഡാറ്റയും മാത്രമായിരിക്കും ക്യാഷിലേക്ക് റൈറ്റ് ചെയ്യുക. So this is the operations in direct mapping. So നമ്മളുടെ മെമ്മറി അഡ്രസ്സ് ടോട്ടൽ 15 ലൈൻസ് ഉണ്ട്. ആദ്യത്തെ 2 ടാഗാണ്, പിന്നെ 3 ഇൻഡെക്സ് ആണ്. സോ പ്രോസസ്സർ 00 നിന്ന് ഡാറ്റ റീഡ് ചെയ്യുമ്പോൾ, അതായത് പ്രോസസ്സർ ഔട്ട് ചെയ്യുന്നത് 0000 എന്ന് പറയുന്ന ഡാറ്റയാണ്. ഇവിടുന്ന് ഡാറ്റ റീഡ് ചെയ്യാനായിട്ട് പ്രോസസ്സറിൻ്റെ ആവശ്യം. ഓക്കെ, സോ പ്രോസസ്സർ ഡാറ്റ റീഡ് ചെയ്യുമ്പോൾ ആ അഡ്രസ് ലൈൻസ് നമ്മൾ മെമ്മറിയിലേക്ക് കൊടുത്തിട്ട് ഡാറ്റ ഇങ്ങോട്ട് റീഡ് ചെയ്യും. റീഡ് ചെയ്യുന്നതിന് മുൻപ് ക്യാഷിലേക്ക് റൈറ്റ് ചെയ്യുന്നത് ഈ ടാഗ് മാത്രം, ആദ്യത്തെ 2 ബിറ്റ്സ് മാത്രമായിരിക്കും ക്യാഷ് മെമ്മറിയുടെ ലൊക്കേഷനിലേക്ക് റൈറ്റ് ചെയ്യുന്നത് അലോങ് വിത്ത് ഇറ്റ്സ് ഡാറ്റ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ടൈമിൽ പ്രോസസ്സർ റീഡ് ചെയ്യുന്നത് 0277 എന്ന് പറയുന്ന ഡാറ്റയാണ്. 0277 ഈ ലൊക്കേഷനിൽ ഡാറ്റയാണ് റീഡ് ചെയ്യുന്നത് വിചാരിക്കുക. അത് ക്യാഷയിൽ ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതൊരു മിസ്സാണ്. മിസ്സായ സമയത്ത് 0277 എന്നുള്ള ഡാറ്റ 6710 റീഡ് ചെയ്യും. റീഡ് ചെയ്തതിന് ശേഷം ഇവിടുത്തെ ടാഗായ 02 ക്യാഷയുടെ ഈ ലൊക്കേഷനിലേക്ക് റീഡ് ചെയ്യും, 777 എന്ന് പറയുന്ന ലൊക്കേഷനിലേക്ക്. ഈ 77ഉം ഈ ക്യാഷയുടെ 77ഉം മാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അതായത് 2000 റീഡ് ചെയ്യുന്നതും 00 റീഡ് ചെയ്യുന്നതും ഈ സെയിം ലൊക്കേഷനിലേക്കാണ് പോവുക. ഓക്കെ, സോ 2000 റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ടാഗ് 02 ആണ്, 000 റീഡ് ചെയ്താൽ ടാഗ് 00 ആണ്. ഓക്കെ, സോ 2000 റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ആദ്യം സെർച്ച് ചെയ്യുന്ന ഇവിടുത്തെ ഡാറ്റ കിട്ടുക.
ഓക്കെ 00. അപ്പോൾ ടാഗ് ഇവിടെ 00 ആണ്, റിക്വസ്റ്റ് ചെയ്ത ടാഗ് 02 ആണ്. അതുകൊണ്ട് എന്താക്കിയോ അത് മനസ്സിലാകും, മിസ്സാണ് എന്ന് മനസ്സിലാകും. സോ ഈ ഡേറ്റയിൽ നിന്ന് ഡേറ്റ റീഡ് ചെയ്യും. ഈ ഡേറ്റയായ 5670 ഇവിടെ റീപ്ലേസ് ചെയ്ത് വെക്കും. അതായത് 1220നെ റീപ്ലേസ് ചെയ്തിട്ട് 5670 ഇവിടെ വയ്ക്കും. ദെൻ ടാഗിനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ 02 വയ്ക്കും. ഓക്കെ, ഇതാണ് നമ്മളുടെ ക്യാഷെ ഡയറക്റ്റ് മെമ്മറി മാപ്പിങ്ങിലെ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. കൺസെപ്റ്റ് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഓരോ പ്രാവശ്യവും ഡാറ്റ റീഡ് ചെയ്യുമ്പോൾ ഇൻഡെക്സ് സെർച്ച് ചെയ്യും. ഇൻഡെക്സിൽ ഡാറ്റ ഉണ്ടെങ്കിൽ അതിലത്തെ ടാഗ് മാച്ചിങ് ആണോ നോക്കും. മാച്ചിങ് ആണെങ്കിൽ ഹിറ്റാണ്, മാച്ചിങ് അല്ലെങ്കിൽ മിസ്സാണെങ്കിൽ മെയിൻ മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്തിട്ട് ആ കറസ്പോണ്ടിങ് ടാഗും പുതിയ ഡാറ്റയും ക്യാഷെ മെമ്മറിയിലേക്ക് കൊണ്ടുവരും. സോ ദിസ് ഈസ് ഡയറക്റ്റ് മാപ്പിംഗ്. ദെൻ അടുത്ത മൂന്നാമത്തെ മാപ്പിംഗ് ആണ് സെറ്റ് അസോസിയേറ്റീവ് മാപ്പിംഗ്. സോ സെറ്റ് അസോസിയേറ്റീവ് മാപ്പിങ്ങിൻ്റെ അല്ലെങ്കിൽ ഡയറക്റ്റ് മാപ്പിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്തേ ഉള്ളൂ. 00 എന്ന് പറഞ്ഞ ലൊക്കേഷൻ നോക്കുമ്പോൾ അത് 0000 നിന്നാകാം, 0200 നിന്നാകാം. സോ 00 നിന്ന് ഡാറ്റ റീഡ് ചെയ്യുമ്പോൾ ഇവിടുത്തെ ടാഗ് 0 ആണെങ്കിൽ എന്ത് ചെയ്യുക, 02 ആണ് റിക്വസ്റ്റ് ചെയ്തത്, നമ്മൾ പറഞ്ഞു ഓവർ റൈറ്റ് ചെയ്തെന്ന് പറഞ്ഞു. അതായത് ഈ ഡയറക്റ്റ് മാപ്പിങ്ങിൽ 00 എന്ന് പറയുന്ന ഈ അഡ്രസ്സ് എയ്തർ ഇറ്റ് ക്യാൻ ബി ഫ്രം 0000 ഓർ 0200. സെയിം ടൈമിൽ നമ്മൾക്ക് ഈ 1000-ൽ, അതായത് ഈ ലൊക്കേഷനിലെയും ഡാറ്റ സെയിം ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്യാഷെ മെമ്മറിയിൽ വയ്ക്കാൻ പറ്റില്ല. എയ്തർ ഫ്രം 0000 ഓർ 200. അതായത് ഈ ലൊക്കേഷൻസ്, ഇങ്ങനെയുള്ള കുറേ ലൊക്കേഷൻസ്, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഇൻഡെക്സ് എന്താണ്, സെയിം ആണ്. സെയിം ഇൻഡെക്സ് ഉള്ള മെമ്മറിയിലെ കണ്ടൻ്റ് നമുക്ക് സെയിം ടൈമിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ക്യാഷെ മെമ്മറിയിൽ വയ്ക്കാൻ പറ്റില്ല. സോ ആ ഓരോ കേസിൽ, അപ്പോൾ അങ്ങനെയുള്ള കേസിലൊക്കെ ഹിറ്റ് റേറ്റ് കുറഞ്ഞു വരും. അതായത് മിസ് റേറ്റ് കൂടി വരും, നമ്മളുടെ ഹിറ്റ് റേഷ്യോ കുറഞ്ഞു വരും. അതാണ് ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സെയിം ഇൻഡെക്സ് അഡ്രസ്സിലുള്ള കണ്ടൻറ്റ് നമുക്ക് ക്യാഷെ മെമ്മറിയിൽ കീപ്പ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ സെയിം ഡിഫറെൻറ്റ് ടാഗ്സ് ആണെങ്കിൽ അത് ഓവർ റേറ്റ് ചെയ്ത് കളയും. സോ ആ പ്രോബ്ലം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെറ്റ് അസോസിയേറ്റീവ് മാപ്പിംഗ് എന്ന് പറയുന്ന മൂന്നാമത്തെ മാപ്പിംഗ് ടെക്നിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ ഓഫ് കോഴ്സ് ഇതിൻ്റെ അകത്ത് സെയിം ടാഗിലുള്ള ഡിഫറെൻറ്റ് ടാഗും സെയിം ഇൻഡെക്സ് അഡ്രസ്സുള്ള ഡാറ്റാസ് ക്യാഷെ മെമ്മറിയിൽ വയ്ക്കാൻ പറ്റും. സോ ഓഫ് കോഴ്സ് അത് നമ്മൾ ചെയ്യുന്ന ടെക്നിക്ക് എന്ന് പറയുന്നത്, നമ്മൾ 512-ന് പകരം ഡബിൾ മെമ്മറി അല്ലെങ്കിൽ ട്രിപ്പിൾ മെമ്മറി അല്ലെങ്കിൽ 4 ടൈംസ് മെമ്മറി അലൗ ചെയ്തിട്ടായിരിക്കും ക്യാഷെ മെമ്മറിക്ക് വേണ്ടിയിട്ട് മെമ്മറി സൈസ് കൂട്ടിക്കൊണ്ടായിരിക്കും ഈ സെറ്റ് അസോസിയേറ്റീവ് മെമ്മറി മാപ്പിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സോ ദ ഡിസഡ്വാൻറ്റേജ് ഓഫ് ഡയറക്റ്റ് മാപ്പിംഗ് ഈസ് ദാറ്റ് 2 വേർഡ്സ് വിത്ത് ദ സെയിം ഇൻഡെക്സ് ഇൻ ദെയർ അഡ്രസ് ബട്ട് വിത്ത് ഡിഫറെൻറ്റ് ടാഗ് വാല്യൂസ്. അതായത് 0000യും 2000യും സെയിം ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡയറക്റ്റ് മാപ്പിങ്ങിൽ കീപ്പ് ചെയ്യാൻ പറ്റില്ല. കനോട്ട് റിസൈഡ് ഇൻ ക്യാഷെ മെമ്മറി അറ്റ് ദ സെയിം ടൈം. ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സെറ്റ് അസോസിയേറ്റീവ് മാപ്പിംഗ് ഈസ് എൻ ഇംപ്രൂവ്മെൻറ്റ് ഓവർ ദ ഡയറക്റ്റ് മാപ്പിംഗ് ഓർഗനൈസേഷൻ. സോ ഈ പ്രോബ്ലം ഓവർകം ചെയ്യുന്ന മാപ്പിംഗ് ടെക്നിക്കാണ് സെറ്റ് അസോസിയേറ്റീവ് മാപ്പിംഗ് എന്ന് പറയുന്നത്. ഹിയർ ഈച്ച് വേർഡ് ഓഫ് ക്യാഷെ ക്യാൻ സ്റ്റോർ 2 or more word of memory under the same index address. അതായത് 0000യും 2000യും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡ്രസ്സിൽ ഈ സെയിം ലൊക്കേഷൻ സെയിം ക്യാഷെ മെമ്മറിയിൽ ലോഡ് ചെയ്യാൻ പറ്റും. സോ സെപ്പറേറ്റ് റൂംസ് ആർ ദെയർ ഫോർ കീപ്പിംഗ് 00 and 20 along with this content. അതാണ് സെറ്റ് അസോസിയേറ്റീവ് മാപ്പിംഗ്. സോ ഈ ഓരോ സെറ്റിന് ഇതും ഈ ടാഗും ഈ അഡ്രസ്സും സോ ടോട്ടൽ 2 ഫീൽഡ് വന്നു. ആദ്യത്തെ കേസിലാണെങ്കിൽ ഡയറക്റ്റ് മാപ്പിങ്ങിലാണെങ്കിൽ ഈ ഒറ്റ ലൈൻസ് മാത്രം മതി, അതായത് 16. അത് നമ്മൾ പറഞ്ഞതുപോലെ ഇവിടുത്തെ 6 ബിറ്റ്സും ഇവിടുത്തെ ഡാറ്റ 12 ബിറ്റ്സും കൂടിയിട്ട് 18 ബിറ്റ്സും മതിയാകും. അതേസമയം 2 സെറ്റ് 3 സെറ്റ് 4 സെറ്റ് എത്ര ലൊക്കേഷൻസ് നമുക്ക് കീപ്പ് ചെയ്യണം, അത്രയും സെറ്റ് നമുക്ക് ഡിഫൈൻ ചെയ്യണം. അത്രയും സ്പേസ് നമുക്ക് ക്യാഷെ മെമ്മറിയിൽ കൊടുക്കണം. സോ 2 സെറ്റ് ആണെങ്കിൽ 2 × 512 ബൈറ്റ്സ് വേണം. 3 സെറ്റ് ആണെങ്കിൽ 3 × 512 ബൈറ്റ്സ് നമ്മൾ ക്യാഷയ്ക്ക് വേണ്ടി റിസർവ് ചെയ്യണം. സോ ക്യാഷയുടെ സൈസ് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ സെറ്റ് അസോസിയേറ്റീവ് മാപ്പിംഗ് ടെക്നിക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ പറഞ്ഞതുപോലെ ക്യാഷെ മെമ്മറി എന്ന് പറയുന്ന എക്സ്പെൻസീവ് മെമ്മറിയാണ്, ഒരുപാട് ലൊക്കേഷൻസ് കൊടുക്കാൻ പറ്റില്ല. സോ മാക്സിമം 2 or 3 സെറ്റ് ആയിരിക്കും നമ്മൾ ക്യാഷെ മെമ്മറിയിൽ റിസർവ് ചെയ്യുന്നത് സെറ്റ് അസോസിയേറ്റീവ് മാപ്പിങ്ങിൽ. ഓക്കെ, സോ സെറ്റ് അസോസിയേറ്റീവ് അത് നമ്മളുടെ ഓരോ സെറ്റിനും വേണ്ടി, അതുകൊണ്ടാണ് അതിൻ്റെ സെറ്റ് അസോസിയേറ്റീവ് മാപ്പിംഗ് എന്ന് പറയുന്നത്. അസോസിയേറ്റീവ് മാപ്പിങ്ങിൻ്റെ അതേ ടെക്നിക്ക് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നമ്മൾ നോക്കാം. സോ ഈച്ച് ഡാറ്റ വേർഡ് സ്റ്റോർഡ് ടുഗദർ വിത്ത് ഇറ്റ്സ് ടാഗ്. ഓരോ ടാഗും അതിൻ്റെ ഡാറ്റയും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റും. ഇൻ 1 word for each can form a set. So tag and data items in 1 word of cache will form a set.
നമ്മൾ പറഞ്ഞു കഴിഞ്ഞു 00 എന്ന് പറയുന്ന ഇൻഡെക്സിൽ നമ്മൾ 01 എന്ന് പറയുന്ന ടാഗും അവിടുത്തെ ഡേറ്റ, അതായത് 0100 എന്ന് പറയുന്ന പ്രൈമറി ഡേറ്റയാണ് 3450 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അടുത്ത ലൊക്കേഷനാണ് 0200, അവിടുത്തെ ടാഗ് 02 ആണ്, 0200. സോ നമ്മളുടെ മെയിൻ മെമ്മറിയിലെ ഇവിടെ ഇരിക്കുന്ന ഡേറ്റയാണ് 0100, അടുത്ത ഫാർ ഡേറ്റയാണ് 0200. രണ്ടിൻ്റെയും ഇൻഡെക്സ് അഡ്രസ്സ് സെയിം ആണ്. ഇവിടുത്തെ ഡേറ്റയാണ് 3450, ഇവിടുത്തെ ഡേറ്റയാണ് 5670. സോ പ്രോസസ്സർ ക്യാഷെ മെമ്മറി ഈസ് ഏബിൾ ടു ഹോൾഡ് 01 then 3450, 02 and 5670 with the same address. ഈ ഒറ്റ അഡ്രസ്സിൽ ഇങ്ങനെ ഇത്രയും ഫീൽഡ് ഉണ്ടായിരിക്കും. അതായത് ഇവിടുത്തെ 2 ബിറ്റ്, ഇവിടുത്തെ 6 ബിറ്റ്സ്, അതായത് ഇവിടുത്തെ 6 ബിറ്റ്സ് 6, ഇവിടെ 12, ഇവിടെ 6, ഇവിടെ 12. സോ ടോട്ടൽ 18 + 18 36 ബിറ്റ്സ് ആണ് ഒരു ലൊക്കേഷനിൽ ക്യാഷെ മെമ്മറിക്ക്. അതായത് ഓഫ് കോഴ്സ് മെമ്മറി കപ്പാസിറ്റി കൂടുതലായിരിക്കും സെറ്റ് അസോസിയേറ്റീവ് മാപ്പിങ്ങിൽ. അതായത് 2 × 512 ബൈറ്റ്സ് ലൊക്കേഷൻസ് വേണ്ടി വരും 2 സെറ്റ്സ് അസോസിയേറ്റീവ് മാപ്പിങ്ങിന് വേണ്ടിയിട്ട്. സോ കെ സെറ്റ്സ് ആണെങ്കിൽ കെ സെറ്റാണ് വെക്കുന്നതെങ്കിൽ k × 512 ബൈറ്റ്സ് വേണ്ടി വരും ടോട്ടൽ ക്യാഷെ മെമ്മറി ലൊക്കേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, each index address refers to 2 data words and their associated tags. നമ്മൾ പറഞ്ഞു ഓരോ ലൊക്കേഷൻസിലും 2 ടാഗും അതിന് കറസ്പോണ്ടിങ് ആയ ഡേറ്റയും നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. Each tag requires 6 bits and each data word has 12 bits. നമ്മൾ പറഞ്ഞാണ് ഈ ഓരോ ടാഗിലും 6 ബിറ്റ്സ്, ഓരോ ഡേറ്റയ്ക്കും 12 ബിറ്റ്സ്. സോ 6 + 12 18 × 2 36. സോ 36 ബിറ്റ്സ് ആണ് ഓരോ ലൊക്കേഷൻസിലും വേണ്ടി വരുന്നത്. ഇൻഡെക്സ് അഡ്രസ് ഓഫ് 9 ബിറ്റ്സ് ക്യാൻ അക്കോമഡേറ്റ്സ് 512 വേർഡ്സ്. സോ ടോട്ടൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് 512 × 36 ബിറ്റ്സ് ആണ് നമ്മളുടെ ഇതിന്, അതായത് 1024 വേർഡ്സ് ആണ് സെറ്റ് അസോസിയേറ്റീവ് മാപ്പിങ്ങിൽ. 2 സെറ്റ് അസോസിയേറ്റീവ്, 3 ആണെങ്കിൽ 3 × 512 × 18 ആ രീതിയിലായിരിക്കും അതിൻ്റെ അഡ്രസ്സ് മെമ്മറി കപ്പാസിറ്റി മാറുക. So when CPU generates a memory request, the index value of the address is used to access the cache. So ഓരോ പ്രാവശ്യവും CPU ഒരു ഡാറ്റ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ഇൻഡെക്സ് വാല്യൂ അഡ്രസ് ഉപയോഗിച്ചിട്ട് ക്യാഷ് എന്ന ഡാറ്റ റീഡ് ചെയ്യും. The tag field of the CPU address is then compared with both tags, 2 ടാഗ്. ഇപ്പോൾ 00 എന്ന് പറയുന്ന ഇൻഡെക്സാണ് ചോദിച്ചിരിക്കുന്നത്. ക്യാഷയിലുള്ള ടാഗ്സ് 02ഉം 03 ആണ്. അതായത് 0200യും 0300യുമാണ് ചോദിച്ചിരിക്കുന്നത്. പ്രോസസ്സർ റിക്വയർമെൻറ്റ് 0200ലാണ്, അപ്പോൾ അത് ഹിറ്റാണ്. ഓക്കെ, ദെൻ പ്രോസസ്സർ ചോദിച്ചിരിക്കുന്ന 0500 ആണ്. പ്രോസസ്സറിൻ്റെ ക്യാഷയിലുള്ള 0200യും 0300യുമാണ്. സോ അതൊരു മിസ്സാണ്. Okay, so hit ratio will improve. So 0200യും 0300യും ഹോൾഡ് ചെയ്യാൻ കേപ്പബിൾ ആയതുകൊണ്ട് ഹിറ്റ് റേഷ്യോ ഇമ്പ്രൂവ് ആയിരിക്കും. ഓഫ് കോഴ്സ് വിത്ത് ദ സെയിം ഇൻഡെക്സ് ബട്ട് വിത്ത് ഡിഫറെൻറ്റ് ടാഗ്സ് ക്യാൻ റിസൈഡ് ഇൻ ക്യാഷെ. റീസൺ ചോദിക്കും. ഹൗവർ ആൻ ഇൻക്രീസ് ഇൻ ദ സെറ്റ് സൈസ് ഇൻക്രീസ് ദ നമ്പർ ഓഫ് ബിറ്റ്സ്. നമുക്ക് ക്യാഷെ ഇപ്പോൾ 0500യും കൂടി വെക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, 3 ലൊക്കേഷൻ സെയിം അഡ്രസ്സിലേക്ക് എടുക്കേണ്ടി വരും. സോ 3 × 18 ലൊക്കേഷൻസ് ഒരു വേർഡിന് കൊടുക്കേണ്ടി വരും. ഓക്കെ, സോ റിക്വേഴ്സ് മോർ കോംപ്ലക്സ് കമ്പാരിസൺ ലോജിക്കും കൂടും, അതിൻ്റെ എക്സ്പെൻസും കൂടും. When a miss occurs in a set associative cache and the set is full, അതായത് ഒരു മിസ് വന്നു ഡാറ്റ ഇല്ലെങ്കിൽ, we need to replace and store a new set field from the main memory. എല്ലാ പ്രാവശ്യം പറയുന്നത് പോലെ ക്യാഷെ മെമ്മറി ഫുൾ ആണെങ്കിൽ ഏതെങ്കിലും ഒരു സെറ്റിന് നമുക്ക് റീപ്ലേസ് ചെയ്തേണ്ടി വരും. സോ ദ മോസ്റ്റ് കോമൺ റീപ്ലേസ്മെൻറ്റ് അൽഗോരിതംസ് ആദ്യം പറഞ്ഞതുപോലെ റാൻഡം റീപ്ലേസ്മെൻ്റ് ആകാം, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് റീപ്ലേസ്മെൻ്റ് ആകാം, ലീസ്റ്റ് റീസെൻ്റ്ലി യൂസ്ഡ് റീപ്ലേസ്മെൻ്റ് ആകാം. ഈ ഏതെങ്കിലും ഒരു അൽഗോരിതത്തിൽ നമ്മൾ അവിടുത്തെ ഏതെങ്കിലും ഒരു ക്യാഷെ ലൊക്കേഷൻസിൽ ഒരു സെറ്റ് റീപ്ലേസ് ചെയ്ത് കളയും. There are 2 ways of writing into cache. ക്യാഷിലേക്ക് നമുക്ക് 2 മെത്തേഡിൽ റൈറ്റ് ചെയ്യാം. റൈറ്റ് ത്രൂ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിസ് വരുമ്പോഴാണ് നമുക്ക് ക്യാഷിലേക്ക് റൈറ്റ് ചെയ്യേണ്ടി വരിക. സോ റൈറ്റ് ത്രൂ ഈസ് എ സ്റ്റോറേജ് മെത്തേഡ് ഇൻ വിച്ച് ഡാറ്റ ഈസ് റിട്ടേൺ ഇൻ ടു ക്യാഷെ ആൻഡ് ദ കറസ്പോണ്ടിങ് മെയിൻ മെമ്മറി ലൊക്കേഷൻ ദ സെയിം ടൈം. സോ മെമ്മറി ഒരു ഡാറ്റ മിസ്സാവുന്ന കേസിൽ നമ്മൾ എന്ത് ചെയ്യുക, മെയിൻ മെമ്മറിയിലേക്ക് ഡാറ്റ റൈറ്റ് ചെയ്യും. അതായത് ഒരു IO ഡിവൈസിൽ നിന്ന് വരുന്ന ഡാറ്റ അത് മെയിൻ മെമ്മറിയിലേക്കും റൈറ്റ് ചെയ്യും, ക്യാഷെ മെമ്മറിയിലേക്കും റൈറ്റ് ചെയ്യും സെയിം ടൈമിൽ. അങ്ങനെയുള്ള ക്യാഷെ ഓപ്പറേഷനാണ് റൈറ്റ് ത്രൂ എന്ന് പറയുന്നത്. സോ നമ്മൾ 2 ലൊക്കേഷൻ റൈറ്റ് ചെയ്യുന്നത് കൊണ്ട് എന്ത് ചെയ്യാം, സ്പീഡ് എന്ന് പറയുന്നത് ഒന്ന് കുറയാൻ സാധ്യതയുണ്ട് റൈറ്റ് ത്രൂ മെത്തേഡിൽ. സോ നമ്മൾ എക്സാമ്പിൾ ഒരു പ്രോസസ്സറിൻ്റെ ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഡിവൈസിൽ നിന്ന് വരുന്ന ഒരു ഡാറ്റ നമ്മൾ പ്രോസസ്സറിൽ യൂസ് ചെയ്യുന്നുണ്ട്, പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നുണ്ട്. ആ പ്രോഗ്രാം എന്ന് പറയുന്ന അത് ഓരോ പ്രാവശ്യം പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് പോകുമ്പോൾ ആ പ്രോഗ്രാം ഡാറ്റ അതിനെ മോഡിഫൈ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ നമ്മൾ ഫൈനലി ക്യാഷയിലിരിക്കുന്ന ഡാറ്റ മെയിൻ മെമ്മറിയിലേക്ക് റൈറ്റ് ചെയ്യുമ്പോൾ ക്യാഷിലേക്ക് വന്നു, അതിപ്പോൾ കണ്ടൻറ്റ് 15 ആണ്,
പ്രോസസ്സർ എക്സിക്യൂഷൻ നടക്കുമ്പോൾ അത് 89 ആയിട്ട് മാറി. സോ നമ്മൾ മെയിൻ മെമ്മറിയിലേക്ക് റൈറ്റ് ചെയ്യുമ്പോൾ ഇത് ഡൈനാമിക്കലി വേരിയിങ് ഡാറ്റയാണ്, ചേഞ്ചിങ് ഡാറ്റയാണ്. ഫൈനൽ ഡാറ്റ മാത്രം നമുക്ക് എന്തായത് പ്രൈമറി മെമ്മറിയിലേക്ക് റൈറ്റ് ചെയ്താൽ മതി. ഓക്കെ, സോ സെയിം ടൈമിൽ റൈറ്റ് ചെയ്യേണ്ട. സോ 89 ഫൈനൽ സെറ്റിൽമെൻറ്റിന് ശേഷം അല്ലെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും റീപ്ലേസ് ചെയ്യാൻ നേരത്ത് മാത്രം അതിനെ പ്രൈമറി മെമ്മറിയിലേക്ക് റൈറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെയാണ് നമുക്ക് രണ്ടാമത്തെ റൈറ്റിംഗ് മെത്തേഡ് വരുന്നത്, റൈറ്റ് ബാക്ക് എന്ന് പറയുന്ന മെത്തേഡ്. സോ റൈറ്റ് ബാക്ക് എന്ന് പറയുന്നത് ക്യാഷ് ലൊക്കേഷൻ ഈസ് അപ്ഡേറ്റഡ് ഡ്യൂറിങ് എ റൈറ്റ് ഓപ്പറേഷൻ. ലൊക്കേഷൻ ഈസ് ദെൻ മാർക്ക്ഡ് ബൈ എ ഫ്ലാഗ്. സോ നമ്മൾ ക്യാഷിലേക്ക് എപ്പോഴെങ്കിലും ഒരു ഡാറ്റ, പുതിയ ഡാറ്റ വന്നു, ഒരു ഫ്ലാഗ്, ഐ ഹാവ് എ ന്യൂ ഡാറ്റ എന്ന് പറയുന്ന ഒരു ഫ്ലാഗ് അതിനകത്തുണ്ടാകും. ആ ഡാറ്റ മെയിൻ മെമ്മറിയിലേക്ക് ഒരിക്കലും അത് നമ്മൾ റൈറ്റ് ചെയ്യില്ല. ഏതെങ്കിലും കാരണം കൊണ്ട് ഏതെങ്കിലും അൽഗോരിതം വെച്ച് നമ്മൾ ഈ ഡാറ്റ ഇവിടുന്ന് റീപ്ലേസ് ചെയ്യുന്നുണ്ട്, പുതിയ ഇൻകമറിന് ഡാറ്റ റൂം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിനെ റീപ്ലേസ് ചെയ്യുന്ന കേസിൽ ഈ ഫ്ലാഗ് എനേബിൾ ആണ്. അങ്ങനെയുള്ള കേസിൽ മാത്രം നമ്മൾ പ്രൈമറി മെമ്മറിയിലേക്ക് ഇതിനെ റൈറ്റ് ചെയ്യും. അങ്ങനെയുള്ള റൈറ്റിംഗ് ഓപ്പറേഷനാണ് റൈറ്റ് ബാക്ക് എന്ന് പറയുന്നത്. സോ നമുക്ക് സ്പീഡ് ആൻഡ് പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ദെൻ ഇംപ്രൂവിങ് ക്യാഷെ. സോ ഇത്രയാണ് മാപ്പിംഗ് ടെക്നിക്സ്, സിലബസിൽ പറഞ്ഞിരിക്കുന്ന മാപ്പിംഗ് ടെക്നിക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോട്ട്സ് നിങ്ങൾ ഇതിൻ്റെ ഒന്ന് പ്രിപ്പയർ ചെയ്യണം. ദെൻ എങ്ങനെയാണ് ക്യാഷെ മെമ്മറിയുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്? സോ ക്യാഷെ മെമ്മറിയുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഫാസ്റ്റായിട്ട് മെമ്മറി ആക്സസ് ചെയ്യുക, അല്ലെങ്കിൽ സിസ്റ്റം പ്രോസസ്സർ എക്സിക്യൂഷൻ ടൈം ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ക്യാഷെ മെമ്മറിയുടെ concept എന്ന് പറയുന്നത്. So the cache performance can be improved by reducing the average memory access time. Access time simplify reduce ചെയ്തുകൊണ്ട് നമുക്ക് കാഷയുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആവറേജ് മെമ്മറി ആക്സസ് ടൈം എന്ന് പറയുന്നത് ഹിറ്റ് ടൈം, അതായത് കാഷയിലുള്ള മെമ്മറി, കാഷയിലുള്ള കേസിൽ അതിന് റീഡ് ചെയ്യാൻ എടുക്കുന്ന സമയം പ്ലസ് മിസ് റേറ്റ്, എത്രമാത്രം മിസ്സായി, ഇൻറ്റു മിസ് പെനാലിറ്റി. മിസ് പെനാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? മിസ് പെനാലിറ്റി ഈ റെഫേഴ്സ് ടു ദ എക്സ്ട്രാ ടൈം റിക്വയർഡ് ടു ബ്രിങ് ദ ഡാറ്റ ഇൻ ടു ക്യാഷെ ഫ്രം മെയിൻ മെമ്മറി വെൻ എവർ ദർ ഇസ് എ മിസ് ഇൻ ദ ക്യാഷെ. സോ പ്രോസസ്സർ റീഡ് ചെയ്യാൻ നേരത്ത് ക്യാഷയിൽ ഉണ്ടെങ്കിൽ അത് ഹിറ്റാണ്, ഇല്ല എങ്കിൽ അത് മിസ്സാണ്. മിസ്സാണെങ്കിൽ പ്രോസസ്സർ എന്താ ചെയ്യുക? പ്രോസസ്സർ വിൽ ഗോ ഫോർ റീഡിങ് ഫ്രം ദ മെയിൻ മെമ്മറി. സോ മെയിൻ മെമ്മറിയിൽ നിന്ന് ഡാറ്റ നമ്മൾ ക്യാഷിലേക്ക് കൊണ്ടുവന്ന് അവിടേക്ക് റൈറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഈ റൈറ്റ് ചെയ്യാനും ഇവിടുന്ന് റീഡ് ചെയ്യാനും എടുക്കുന്ന സമയമാണ് നമ്മളുടെ മിസ് പെനാലിറ്റി എന്ന് പറയുന്നത്. സോ മിസ് പെനാലിറ്റി കുറച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാഷെ പെർഫോമൻസ്, അതായത് ഇവിടുന്ന് റൈറ്റ് ചെയ്താൽ മാത്രമേ അത് പ്രോസസ്സറിലേക്ക് പോവുള്ളൂ. സോ ഈ റൈറ്റിംഗ് ഓപ്പറേഷൻസ് ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാഷയുടെ പെർഫോമൻസും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. സോ ഹിറ്റ് ടൈം കുറയ്ക്കുക, ക്യാഷയുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യുക, നല്ല ബെറ്റർ മെമ്മറി ക്യാഷയ്ക്ക് വേണ്ടി റിസർവ് ചെയ്യുക, മിസ് റേറ്റ് ഇൻറ്റു മിസ് പെനാലിറ്റി നമ്മൾ കുറയ്ക്കുക. Then cache performance can be improved by reducing the hit time. അതായത് പ്രോസസ്സറിൽ ക്യാഷയിൽ ഉള്ളതാണെങ്കിൽ ആ ഉള്ള ഡാറ്റയെ റീഡ് ചെയ്യാനായിട്ടുള്ള സമയം കുറയ്ക്കുക. സ്മോൾ ആൻഡ് സിമ്പിൾ ഫസ്റ്റ് ലെവൽ ക്യാഷേസ് ആൻഡ് വേ പ്രഡിക്ഷൻസ് ബോത്ത് ടെക്നിക്സ് ഓൾസോ ജനറലി ഡിക്രീസ് ദ പവർ കൺസംഷൻ. സോ സ്മോൾ സൈസ്ഡ് ക്യാഷെ ആയിട്ട് മൾട്ടി ലെവൽ ക്യാഷെ എന്ന് പറയും. സോ ലെവൽ 1 ക്യാഷയെ തന്നെ ഡിഫറെൻറ്റ് ലെവൽസ് ആയിട്ട് നമ്മൾ തിരിക്കും. ലെവൽ 1 ക്യാഷെ, ലെവൽ 2 ക്യാഷെ, ലെവൽ 3 ക്യാഷെ എന്ന് പറയുന്ന ഡിഫറെൻറ്റ് ലെവൽസിലുള്ള ക്യാഷെയായിട്ട് നമ്മൾ അതിനെ തിരിക്കും. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സോ വളരെ ഫ്രീക്വൻ്റായിട്ട് യൂസ് ചെയ്യുന്നത് ലെവൽ 1 വയ്ക്കും, അതിനേക്കാളും ഫ്രീക്വൻസിയിൽ കുറഞ്ഞ ഫ്രീക്വൻസിയിൽ യൂസ് ചെയ്യുന്നത് ലെവൽ 2 വയ്ക്കും, വളരെ റെയർ ആയിട്ടും ബട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാറ്റ ലെവൽ 3 വെക്കും. ദെൻ ഇവിടെ 3 ഇല്ല എങ്കിൽ, സോ ഒരു ഡാറ്റ സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം ലെവൽ 1 മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി യൂസ് ചെയ്യുന്നതാണെങ്കിൽ ലെവൽ 1 നോക്കും. സോ കുറച്ച് ഏരിയ സെർച്ച് ചെയ്താൽ മതി, ബെറ്റർ മെമ്മറി ആയിരിക്കും ലെവൽ 1. അവിടെ ഇല്ല എങ്കിൽ മാത്രം ലെവൽ 2 പോകും, അവിടെ ഇല്ല എങ്കിൽ ലെവൽ 3 പോകും, ലെവൽ 3 ഇല്ല എങ്കിൽ മെയിൻ മെമ്മറിയിലേക്ക് പോകും. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഹിറ്റ് ടൈം റെഡ്യൂസ് ചെയ്തിട്ട് ക്യാഷെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യുന്നത്. ഇൻക്രീസിങ് ദ ക്യാഷെ ബാൻഡ് വിഡ്ത്ത്. സോ ബാൻഡ് വിഡ്ത്ത് നമ്മൾക്ക് ഇൻക്രീസ് ചെയ്ത് പൈപ്പ് ലൈൻ ക്യാഷെ, മൾട്ടി ബാങ്ക്ഡ് ക്യാഷെ, നോൺ ബ്ലോക്കിംഗ് ക്യാഷെ, ഇതൊക്കെ നമ്മളുടെ ഡിഫറെൻറ്റ് ടേംസിൽ വരുന്നതാണ്. ഈ ടേംസിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ മൾട്ടി ബാങ്ക്ഡ് ക്യാഷേസ് ഇപ്പോൾ പറഞ്ഞതുപോലെ ലെവൽ ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് ക്യാഷെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നോൺ ബ്ലോക്കിംഗ് ക്യാഷെ എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് ക്യാഷെ ദാറ്റ് ക്യാൻ സർവീസ് മൾട്ടിപ്പിൾ മെമ്മറി റിക്വസ്റ്റ് അറ്റ് ദ സെയിം ടൈം. ഇറ്റ് ക്യാൻ ഹൈഡ് ക്യാഷെ മിസ് പെനാൽറ്റീസ് ആൻഡ് ദെയർഫോർ ഇംപ്രൂവ്സ് ദ പെർഫോമൻസ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ലൊക്കേഷൻ, 2 ഡാറ്റ പ്രോസസ്സർ റിക്വസ്റ്റ് ചെയ്യാണ്, 2 റിക്വസ്റ്റും സെയിം ടൈമിൽ സെർച്ച് ചെയ്യാൻ പറ്റുന്ന മെമ്മറി ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്ന നോൺ ബ്ലോക്കിംഗ് ക്യാഷേസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡിഫറെൻറ്റ് അൽഗോരിതം, കോംപ്ലിക്കേറ്റഡ് അൽഗോരിതംസും മെമ്മറി ആയിരിക്കും ഈ ഓരോ ടെക്നിക്സിലും യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ ടേംസ് മാത്രം പഠിച്ചാൽ മതി പെർഫോമൻസ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്നുള്ളതിൻ്റെ.
റെഡ്യൂസിങ് ദ മിസ് പെനാലിറ്റി. സോ മിസ് പെനാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ മെയിൻ മെമ്മറിയിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്തിട്ട് ക്യാഷെ മെമ്മറിയിലേക്ക് കൊണ്ടുവരാൻ എടുക്കുന്ന സമയമാണ് മിസ് പെനാലിറ്റി എന്ന് പറയുന്നത്. സോ എപ്പോഴെങ്കിലും ഒരു മിസ് വന്നു കഴിഞ്ഞാൽ അത് പ്രൈമറി മെമ്മറിയിൽ സെർച്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ മെയിൻ മെമ്മറിയിൽ സെർച്ച് ചെയ്തിട്ട് നമുക്കതിന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. അതിനാണ് മിസ് പെനാലിറ്റി എന്ന് പറയുന്നത്. സോ എപ്പോഴെങ്കിലും ഒരു മിസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും നമ്മളുടെ മെമ്മറിയിലെ ഡാറ്റ ഹോൾഡ് ചെയ്യാനായിട്ട് ഒരു ബഫർ എന്ന് പറയുന്ന രജിസ്റ്റർ ഉണ്ടായിരിക്കും. ബഫറിൽ നിന്നാണ് നമ്മൾ എങ്ങോട്ട് കൊണ്ടുവരുന്നത്? നമ്മളുടെ ക്യാഷെ മെമ്മറിയിലേക്ക് കൊണ്ടുവരുന്നത്. സോ ഈ മെമ്മറി മെയിൻ മെമ്മറിയിൽ നിന്ന് വരുന്ന ഡാറ്റ ആദ്യം നമ്മൾ ബഫറിലായിരിക്കും വയ്ക്കുക. സോ എപ്പോഴെങ്കിലും ഒരു മിസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ പെട്ടെന്ന് അത് മെയിൻ മെമ്മറിയിലേക്ക് നോക്കാതെ ബഫറിലുണ്ടോ എന്ന് നോക്കുക. ബഫറിലുണ്ടെങ്കിൽ അതിനെ ഇതിലേക്ക് കൊണ്ടുപോകും. സോ ഗെറ്റിംഗ് ഡാറ്റ ഫ്രം ദ ബഫർ ഈസ് ഈസി ദാൻ ഗെറ്റിംഗ് ഫ്രം ദ മെയിൻ മെമ്മറി. സോ അതിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ വേർഡ് ഫസ്റ്റ് മാപ്പിംഗ് മെർജിംഗ് ബഫർ മെർജിംഗ് ടെക്നിക്സ് എന്നൊക്കെ എന്ന് പറയുന്നത്. ദീസ് ഒപ്റ്റിമൈസേഷൻ ഹൗ ലിറ്റിൽ ഇമ്പാക്ട് ഓൺ പവർ. സോ ഇതൊക്കെ നമ്മളുടെ കമ്പൈലറിൻ്റെയും അസംബ്ലറിൻ്റെയും ഡിസൈനിലും വരുന്ന പാരാമീറ്റേഴ്സൊക്കെയാണ്. ഈ കമ്പൈലർ ഒപ്റ്റിമൈസേഷനിലേക്ക് വരുന്ന ഒരു ടേമാണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. മിസ് പെനാൽറ്റി കുറയ്ക്കുക എന്നുള്ളത്. റെഡ്യൂസിങ് മിസ് റേറ്റ്, കമ്പൈലർ ഒപ്റ്റിമൈസേഷൻസ്. മിസ് റേറ്റ് കുറയ്ക്കുക. ഒബിയസ്ലി എനി ഇംപ്രൂവ്മെൻറ്റ് അറ്റ് കമ്പൈൽ ടൈം ഇംപ്രൂവ്സ് ദ പവർ കൺസംഷൻ. Reducing the miss penalty or miss rate via parallelism. Hardware parallelism techniques, hardware prefetch and compiler prefetching. These optimizations generally increase power consumption primarily due to prefetch data that are consumed. Parallel അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സെയിം ടൈമിൽ പാരലലി ഡിഫറെൻറ്റ് ഡാറ്റാസ് ആക്സസ് ചെയ്യുക. ഒരു ഡാറ്റ ആക്സസ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ വേറെ ഡാറ്റ ആക്സസ് ചെയ്യുക. പാരലൽ ഓപ്പറേഷൻസ് എന്ന് പറയുന്ന ഓപ്പറേഷൻസ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് ഈ ക്യാഷയുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. സോ ഇത്രയും ഓപ്പറേഷൻസാണ് ക്യാഷെ ഇമ്പ്രൂവ്മെൻറ്റ്സിൽ നിങ്ങൾക്ക് പോയിന്റ് ചെയ്യാനുള്ളത്. കുറേ ടെക്സ്റ്റ് ബുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലും കുറേ ടേംസൊക്കെ നമുക്ക് കിട്ടും. മൾട്ടി ലെവൽ ടാസ്ക് എന്ന് പറയുന്ന ഡിഫറെൻറ്റ് മെത്തേഡ്സ്, ഡിഫറെൻറ്റ് പോയിൻറ്റ്സ് ഒക്കെ സെർച്ച് ചെയ്യാൻ പറ്റും. നമ്മുടെ സമയം ഓൾറെഡി കഴിഞ്ഞു. സോ ഇത്രയും പോയിൻറ്റ്സ് ക്യാഷെ മെമ്മറിയെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് പഠിച്ച് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം.